മലർമതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി ചിലുചീലേന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടി വാക്കണി കാണാൻ കണി കാണും നേരം കമല ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ, അണിഞ്ഞു കാണേണം ഭഗവാനെ, അണിഞ്ഞു കാണേണം ഭഗവാനെ. ശാന്തിയുള്ള ദിനേശ്. എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ സിനിമാക്കാർ കുറവാണ്. കാരണം സിനിമാക്കാർ മുഴുവൻ എൻ്റെ ശത്രുക്കളല്ലേ. പക്ഷേ എൻ്റെ നല്ല സിനിമാ സുഹൃത്തുക്കളിൽ, അല്ലെങ്കിൽ ഞാൻ ബഹുമാനിക്കുന്ന സിനിമാ സുഹൃത്തുക്കളിൽ എനിക്ക് മെസ്സേജുകൾ അയക്കുന്ന ചുരുക്കം പേരുള്ളതിലൊന്ന് ബാലചന്ദ്ര മേനോൻ ചേട്ടനാണ്, മറ്റൊന്ന് ബിജി തമ്പിയാണ്. ഇവരൊക്കെ സ്ഥിരമായി എനിക്ക് മെസ്സേജുകൾ അയക്കുന്നതാണ്. അതിൽ തന്നെ തമ്പിച്ചേട്ടനാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഭഗവത്ഗീതയിലെയോ മഹാഭാരതത്തിലെ എന്തെങ്കിലും ഒരു കോട്ടൊക്കെ എനിക്ക് അയച്ചു തരും. ഞാനും അങ്ങോട്ട് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽ പാട്ടുകളൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. 2 ദിവസം മുമ്പ് തമ്പിച്ചേട്ടൻ്റെ ഒരു മെസ്സേജ് വന്നിരിക്കും. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണല്ലോ ഇപ്പോൾ വിജി തമ്പി. അദ്ദേഹം മാളികപ്പുറം എന്ന് പറഞ്ഞ ഉണ്ണി മുകുന്ദൻ്റെ സിനിമയെക്കുറിച്ചുള്ള ഒരു കത്താണ് അയച്ചിരിക്കുന്നത്. മാളികപ്പുറം ചലച്ചിത്രം വിജയിച്ച് കാണണമെന്ന് ആഗ്രഹമുള്ള എല്ലാ അയ്യപ്പ ഭക്തരും ഈ പോസ്റ്റ് ഷെയർ ചെയ്യണം. ഞാൻ ആർക്കും ഷെയർ ചെയ്തില്ല. ഷെയർ 1Kയിൽ എത്തിച്ച് മറുവശത്തുള്ളവർക്ക് ചുട്ട മറുപടി കൊടുക്കണം. 1K എന്ന് പറയുമ്പോൾ 1000 പേർക്ക് അയച്ച്. ഞാൻ കേൾക്കട്ടെ, മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് നിങ്ങളെല്ലാം കാണണം, നല്ല സിനിമയാണെന്നൊക്കെ പറഞ്ഞ് അയച്ച് 1000 പേരെ അറിയിച്ചാൽ ഈ മറുവശത്ത് നിൽക്കുന്നതാരാ? ദൈവവിശ്വാസികളല്ലാത്തവരെയാണോ? മുസ്ലിം സമുദായത്തിലുള്ളവരെയാണോ? ഉണ്ണി മുകുന്ദന് എതിരെ നിൽക്കുന്നവരാണോ? ആർക്കാണെന്ന് തമ്പിച്ചേട്ടൻ പറഞ്ഞിട്ടില്ല. എതിരെ നിൽക്കുന്നവർക്ക് ചുട്ട മറുപടി കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കണേ. മാളികപ്പുറം സിനിമയ്ക്കെതിരെ ചില ജിഹാദികൾ അവിടെയും ഇവിടെയും ഇരുന്ന് ആഹ്വാനം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സിനിമ തിയേറ്ററിൽ വന്നാൽ, ഈ സിനിമ തിയേറ്ററിൽ വന്നാൽ ആരും കാണരുത്, സിനിമ പൊട്ടിച്ച് കൈ കൊടുക്കണമെന്നാണ് ഈ ജിഹാദികൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഞാൻ കേൾക്കട്ടെ, സ്വാമിയെ ഇപ്പം കാണില്ലെന്ന് ഏതെങ്കിലും ഒരു പൊട്ടൻ ജിഹാദി ഒരു മെസ്സേജ് ഇട്ടാൽ, അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് ദിനേശ് ചേട്ടാ സ്വാമിയെ ഇതെന്താ മാളികപ്പുറം കാണരുത് എന്ന് പറഞ്ഞാൽ ഞാൻ പോടാതിൻ്റെ ഒരു എന്നല്ലേ പറയും. അതിനെ തമ്പിച്ചേട്ടൻ ഒരു വലിയ ഇഷ്യൂ ആക്കിയാണ് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്, ഒരു കത്ത് എഴുതിയിരിക്കുന്നത്. അവർ സിനിമയെ പൊട്ടിച്ച് കയ്യിൽ തരാനാണ് ലക്ഷ്യം എങ്കിൽ നമ്മൾ 100 കോടി ക്ലബിൽ എത്തിക്കാൻ നമ്മൾ തീരുമാനിക്കണം. ആര്? ഹിന്ദുക്കൾ. വേണു കുന്നപ്പള്ളിക്കും ആൻഡോ ജോസഫിനും, ക്രിസ്ത്യാനിയായ ആൻഡോ ജോസഫിനും വേണു കുന്നപ്പള്ളിക്കും കോളടിച്ചു. കാരണം വിജി തമ്പി പറയുന്നത് ഇത് 100 കോടി ക്ലബിൽ എത്തിക്കണമെന്നാണ്. 4 കോടി തികച്ചായില്ല എന്നാണ് ഏതിലോ ഞാൻ വായിച്ചത്. 3,75,00,000 രൂപയ്ക്ക് എന്തോ തീർത്ത പടം എന്ന് പറയുന്നു. തീർന്നോന്ന് എനിക്കറിയില്ല, തീർന്നിരിക്കാം. കാരണം ഉണ്ണി മുകുന്ദൻ അല്ലാതെ ആരുമില്ല അതിൽ. പിന്നെ നമ്മുടെ രമേഷ് പിഷാരടിയെ പോലെ, TG രവിയെ പോലെ, അദ്ദേഹത്തിൻ്റെ മകനെ പോലെ കുറച്ച് പേരേ ഉള്ളൂ അതിൽ. സൈജു കുറുപ്പ്, അങ്ങനെയൊക്കെ ഉള്ളവരേ ഉള്ളൂ. ബാക്കി മുഴുവൻ ഈ ശബരിമലയിലൊക്കെ ഉള്ള ഷൂട്ടിങ്ങും അതിൻ്റെ ഫൈറ്റിനൊക്കെ ആയിരിക്കും പൈസ ചിലവായത്. ചിലപ്പോൾ 3.25 കോടിക്ക് തീർന്നിരിക്കാം. അപ്പോൾ അതൊരു 100 കോടി ക്ലബിൽ എത്തിക്കണമെന്നാണ് വിജി തമ്പി പറയുന്നത്. ഇങ്ങനെ തമ്പിച്ചേട്ടാ ഓരോ സിനിമയും ഇങ്ങനെ 100 കോടി, ഒരു ഹിന്ദു സംവിധായകൻ അല്ലെങ്കിൽ ഒരു ഹിന്ദു നിർമ്മാതാവ് നിർമ്മിക്കുന്ന സിനിമ 100 കോടിയിൽ എത്തിക്കണമെന്ന് പറഞ്ഞാൽ തമ്പിച്ചേട്ട എല്ലാ ഹിന്ദുക്കളും എടുക്കുന്ന പടത്തിനും ഇതുപോലെ ഓരോ പോസ്റ്റർ ഇടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ 3 കോടി ജനങ്ങളിൽ 50 ലക്ഷം പേർ അയ്യപ്പ വിശ്വാസികളാണെന്നാണ് വിജി തമ്പിക്ക് 100% ഉറപ്പ്. 3 കോടിയിൽ 50 ലക്ഷം പേരുണ്ട്. അപ്പോൾ 2.5 കോടി പേര് അയ്യപ്പനെ വിശ്വസിക്കുന്നില്ല എന്നാണ് വിജി തമ്പി പറയുന്നത്. തെറ്റാണ് തമ്പിച്ചേട്ടാ. അങ്ങനെ 3 കോടിയിൽ 2.5 കോടി പേർ അയ്യപ്പനെ വിശ്വസിക്കാത്തവരൊന്നും അല്ല. ആ വിശ്വാസികൾ വിചാരിച്ചാൽ മാളികപ്പുറം മലയാളത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് വിജയം നേടും എന്നാണ് തമ്പിച്ചേട്ടൻ പറയുന്നത്. ഏതോ ഉളിയിൽ നിൽക്കുന്ന കാലത്താണ് തമ്പിച്ചേട്ടൻ പറഞ്ഞത്. പടം എന്തായാലും സൂപ്പർ ഹിറ്റായി തമ്പിച്ചേട്ടാ.
ആരൊക്കെ അറിഞ്ഞുകൊണ്ട് എത്ര കൂടോത്രം ചെയ്താലും മാളികപ്പുറം സിനിമ ശബരിമല വിശ്വാസികൾ തിയേറ്ററിൽ പോയി കാണണം. പൂച്ചത്തലയിലും കോഴിമുട്ടയിലും ഒക്കെ മന്ത്രവാദങ്ങളൊക്കെ ചെയ്താലും ശരി, നമ്മളെല്ലാവരും പോയി 50 ലക്ഷം പേര്, 51 ലക്ഷം ആവാൻ പാടില്ല, 50 ലക്ഷം പേര് എന്തായാലും തിയേറ്ററിൽ പോയി കാണണമെന്നാണ് തമ്പിച്ചേട്ടൻ പറയുന്നത്. സഹോദരങ്ങളെ, തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പ്രേരിപ്പിക്കണം. എന്തിനാ തമ്പിച്ചേട്ടാ പ്രേരിപ്പിക്കണേ? അങ്ങനെയൊന്നും പ്രേരിപ്പിച്ചാലൊന്നും പോകുന്നവരല്ല മലയാളികൾ. നല്ല സിനിമയാണ്, ഇങ്ങനൊരു പടം വന്നിട്ടുണ്ട് കേട്ടോ, പോയി കാണണം എന്ന് പറഞ്ഞാൽ മലയാളികൾ കാണും. അല്ലാതെ നമ്മളെ ഹൈന്ദവ സമൂഹത്തിന് ഉത്തേജനം ഉണ്ടാകാൻ നമ്മൾ പോയി മാളികപ്പുറം കാണണമെന്ന് പറഞ്ഞാലൊന്നും മലയാളി കേൾക്കൂല തമ്പിച്ചേട്ടാ. അതൊക്കെ നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. ഹിന്ദുവിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണം. ഓരോ വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകരും കുടുംബസമേതം തിയേറ്ററിലെത്തണം. അത് നല്ല ചോയ്സാണ് തമ്പിച്ചേട്ടാ. ഇനിയിപ്പോൾ ഞാൻ എടുക്കുമ്പോഴോ തമ്പിച്ചേട്ടൻ എടുക്കുമ്പോഴോ ഒക്കെ വിശ്വഹിന്ദു പരിഷത്തുകാരോട് പറഞ്ഞു, എടാ ആ ദിനേശ് ഒരു ഹിന്ദുവാണ്, അവ ഒരു പൊട്ട പടം എടുത്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ വിജയിപ്പിക്കണം എന്ന് പറയണം തമ്പിച്ചേട്ടാ. അങ്ങനെ ഓരോ ഹിന്ദുക്കളുടെ സിനിമയും നിങ്ങൾ വിജയിപ്പിക്കൂ. മറുവശത്ത് ഇപ്പോൾ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്നത് മുസ്ലിങ്ങളാണല്ലോ. അവരും അവരെ പള്ളിയിലൂടെ വെള്ളിയാഴ്ചയും വീട് വീടാന്തരം കയറി ഇറങ്ങിയൊക്കെ പറഞ്ഞ് അവരും അവരെ സിനിമകൾ വിജയിപ്പിക്കട്ടെ. ഇങ്ങനെയൊന്നും അല്ല തമ്പിച്ചേട്ടാ ഒരു കലാകാരന്മാർ ചിന്തിക്കേണ്ടത്. ജാതിക്കും മതത്തിനും അപ്പുറം ചിന്തിക്കണം. നിങ്ങളൊരു കറകളഞ്ഞ വിശ്വഹിന്ദു പരിഷത്തുകാരനാണ് എന്ന് വിചാരിച്ചിട്ട് മുസ്ലിമായ മമ്മൂട്ടി സൂര്യമാനസം ചെയ്യാതിരുന്നെങ്കിലോ? അയാൾ നിങ്ങളെ ഒരു ബാലചന്ദ്ര മേനോൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന നന്നായിട്ട് ടേക്കുകൾ എടുക്കാൻ അറിയാവുന്ന ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്കല്ലേ മമ്മൂട്ടി നിങ്ങൾക്ക് ഡേറ്റ് തന്നത്? അല്ലെങ്കിൽ ഈ മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമ വിജയിപ്പിക്കാനായിട്ട് മമ്മൂട്ടി എന്തുമാത്രം പരസ്യം കൊടുക്കുന്നു, പോസ്റ്റർ റിലീസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതൊക്കെയോ തിയേറ്ററുകളിൽ എന്തിനൊക്കെയോ മമ്മൂട്ടി ചെന്നു ആ പടം വിജയിക്കണം എന്ന് വിചാരിച്ചു. ഒരു ക്രിസ്ത്യാനിയായ ആൻഡോ ജോസഫ് എടുക്കുന്ന, അല്ലെങ്കിൽ മാമാങ്കം പോലൊരു സിനിമ എന്നെ വെച്ചെടുത്ത് പൊളിഞ്ഞുപോയ ഒരു നിർമ്മാതാവ് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ മമ്മൂട്ടി ചെയ്യുന്നത്. അങ്ങനെയല്ലേ തമ്പിച്ചേട്ടാ നമ്മൾ കലാകാരന്മാർ കാണേണ്ടത്. അതിന് പകരം ഓരോ വിശ്വഹിന്ദുവിൻ്റെ എന്താ പറയുക ശക്തി കാണിച്ചു കൊടുക്കാനായിട്ട് എല്ലാ വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകരും സിനിമ പോയി കാണണമെന്നൊക്കെ അല്ല. നല്ല സിനിമയെ സ്നേഹിക്കുന്നവർ മാളികപ്പുറം പോയി കാണണം എന്നാണ് തമ്പിച്ചേട്ടാ നിങ്ങൾ പറയേണ്ടത്. അപ്പോഴാണ് നിങ്ങൾ കലാകാരനാവുന്നത്. നിങ്ങളൊരു എന്തൊക്കെ പറഞ്ഞാൽ വിജയ് തമ്പി എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ലേ 3 വെള്ളിയാഴ്ചയല്ലേ ഉള്ളൂ നിങ്ങൾ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതാവായിട്ട്. അതിനുമുമ്പ് നിങ്ങൾ സിനിമാക്കാരനെന്നുള്ള ലേബലിൽ, അല്ലെങ്കിൽ ജഗന്നാഥ വർമ്മയുടെ മകളുടെ ഭർത്താവ് ബാലചന്ദ്ര മേനോൻ്റെ അസോസിയേറ്റ് നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സിനിമ ജനം എന്ന് പറഞ്ഞ സിനിമയൊക്കെ ചെയ്ത ആളല്ലേ നിങ്ങൾ. മനസ്സ് ഇത്രയും സങ്കുചിതമാകരുത് തമ്പിച്ചേട്ടാ. എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്, ഇവിടെ അവസാനിപ്പിക്കണം. അദ്ദേഹം അവസാനം സ്വാമിയേ ശരണയ്യപ്പ, വഴിയെ പോണവരെല്ലാം ഇപ്പോൾ സ്വാമിയെ ശരണയ്യപ്പ വിളിക്കണേ. അങ്ങനെ അവസാനിപ്പിച്ചിരിക്കുന്നു. അടുത്തത് 2 നാൾ കഴിഞ്ഞില്ല എനിക്ക് വാട്സാപ്പിലൊരു മെസ്സേജ് വന്നിരിക്കുന്നു. തീവ്ര ഹിന്ദുവായ ഉണ്ണി മുകുന്ദൻ്റെ മാളികപ്പുറം എന്ന സിനിമ കാണാതെ പരാജയപ്പെടുത്തണം, തിയേറ്ററിൽ കൂകണം. അത് തമ്പിച്ചേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏതോ ജിഹാദിയുടെ. നമ്മുടെ നാട് പോകുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ. സിനിമയെ സിനിമയായിട്ട് കാണണ്ടേ, കലാരൂപങ്ങളെ കലാരൂപങ്ങളായിട്ടല്ലേ കാണാൻ. ഇതിപ്പോൾ അയ്യപ്പൻ്റെ സിനിമ എടുത്താൽ നമ്മളെല്ലാം കൂടെ പോയി കൂകി വിളിച്ച് സ്വാമിയെ ശരണയ്യപ്പ എന്ന് വിളിച്ച് പോകണമെന്നാണ് പറയണേ. ഞാനും സിന്ധുവും മോനും കൂടി രാത്രി 10:30-ക്കുള്ള ശ്രീ തിയേറ്ററിൽ പോയാണ് 10:30-ക്കുള്ള ഷോ കണ്ടത്. ഈ ഷോ കണ്ടപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം, ഒന്നാമത് ഈ ഫസ്റ്റ് ഹാഫ് അല്പം എനിക്ക് സഹിക്കാൻ പറ്റാത്തതായിരുന്നു പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ്. കാരണം ഒരു ജോലിയും കൃത്യമായി ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റാതെ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്ന ഒരു നായകൻ. അവൻ്റെ വീട്ടിലാണെങ്കിൽ മാനസിക രോഗികളെ പോലെ എല്ലാവരും, ഒരു കൊച്ചുണ്ട് 2-ലോ 3-ലോ പഠിക്കുന്ന ആ കൊച്ച്, രാവിലെ കഴിച്ചാൽ വൈകുന്നേരം വരെ അതിന് പഠിക്കണമെന്നില്ല, കളിക്കണമെന്നില്ല, കുളിക്കണമെന്നില്ല, ആഹാരം കഴിക്കണമെന്നില്ല. ആ കൊച്ചിന് ആകെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, എനിക്ക് ശബരിമല പോകണം. ഇവൻ വന്ന് കയറിയ അവന് ഭ്രാന്താവും. കാരണം വന്ന് കയറിയോടെ അവൻ്റെ അമ്മ അവിടെ ഇരിപ്പുണ്ട്. അവർ പറയും, മോനെ എടാ എവളെ ഒന്ന് ശബരിമല കൊണ്ടുപോടാ, ഭാര്യ ചേട്ടാ ഒന്ന് ശബരിമല കൊണ്ടുപോകട്ടെ. അതായത് ഞാനതിൻ്റെ മാനസിക രോഗം എന്നേ പറയുള്ളൂ. കാരണം ഭക്തിയല്ല അത്. ഒരു കൊച്ച് രാവിലെ കഴിച്ചാൽ വൈകുന്നേരം വരെ ശബരിമല പോകണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഈ സിനിമയുടെ പകുതി ഭാഗവും അതാണ്. ഉണ്ണി മുകുന്ദൻ വന്ന ശേഷമാണ് ആ സിനിമയ്ക്കൊരു ലൈഫ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു ആശ്വാസം കൗതുകം ഉണ്ടാകുന്നത് ഉണ്ണി മുകുന്ദൻ വന്ന ശേഷം. അതുവരെ ഒരു ജോലിക്കും പോകില്ല ഈ സൈജു കുറുപ്പ് ചെയ്യുന്ന ഈ അച്ഛൻ്റെ വേഷം. അവൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് വീട്ടിൽ ഭാര്യയും അമ്മയൊന്നും അറിയിക്കാതെ അത് എങ്ങനെ അടയ്ക്കാമെന്ന് പോലും അവൻ ആലോചിക്കുന്നില്ല. അവൻ അതിനെ എല്ലാം അയ്യപ്പന് വിട്ടുകൊടുക്കണം. അയ്യപ്പന് ലോൺ അടപ്പാണ് പരിപാടി. എടാ നീ ഒന്നുകൂടെ ഗൾഫിൽ പോകും, അവിടെ പോയി എങ്ങനെയെങ്കിലും കുറേ കാശുണ്ടാക്കി കൊണ്ടുവന്ന് ഈ കട തീർക്കുമെന്ന് കൂട്ടുകാരൻ പറഞ്ഞാലും അവൻ കേൾക്കില്ല. ഈ സയ്യു കുറുപ്പിൻ്റെ സ്ഥായിയായ ഒരു നിസ്സംഗമായ കണ്ണുണ്ടല്ലോ, അത് ഇങ്ങനെ നിൽക്കുന്ന ഒരു കണ്ണ് അവർ പുറം തലയിലിട്ട് അടിച്ചു കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം അവനെ വിശ്വസിച്ച് ജീവിക്കുന്ന അമ്മയും
അവനെ വിശ്വസിച്ച് ജീവിക്കുന്ന ഭാര്യയും മകളും ഉള്ളൊരു വീട്ടിൽ ഒരു കുടുംബത്തിലെ ഒരു കാര്യവും അന്വേഷിക്കാതെ രാത്രി മദ്യപിച്ച് എവിടെയൊക്കെ ചെന്നിരുന്നിട്ട് മഴയത്ത് ഇവനെ കാത്ത് ഇവൻ്റെ കൂട്ടുകാരൻ രമേഷ് പിഷാരടിയൊക്കെ വന്ന് കാത്തിരിക്കുക ഇവനെ കാണാനില്ല എന്നിട്ട് ഇവനെ കറങ്ങി അടിച്ച് രാത്രി 10 മണി 11 മണി അവൻ വെള്ളം അടിച്ചോട്ട് വരും. ഇവനെ എങ്ങനെ നമ്മൾ മാന്യനായ ചെറുപ്പക്കാരനെന്ന് പറയും? അങ്ങനത്തെ ഒരു അച്ഛൻ അവസാനം ആരും ഇത് കാശ് വാങ്ങിയിട്ട് കൊടുക്കാത്തതുകൊണ്ട് ഒരു ഗുണ്ട റോഡിലിട്ട് ഇടിച്ച് പഞ്ചറാക്കുന്നു. അത് ഈ കൊച്ചു കാണുന്നുണ്ട്. അത് ഈ മാളികപ്പുറം കല്ലു എന്ന് പറഞ്ഞ കുട്ടി കാണുന്നു. സ്വന്തം അച്ഛനെ ഒരു ഗുണ്ട എടുത്തിട്ട് അടിക്കുന്നു. കൂട്ടുകാരന്മാരെല്ലാം നോക്കിയടിക്കുന്നു, കൊള്ളാം കൊള്ളാമെന്ന്. കാരണം ഇവൻ്റെ കൂടെ സദാസമയം നടക്കുന്ന രമേഷ് പിഷാരടി അടക്കമുള്ളവർ ഇവനെ റോഡിലിട്ട് പൊതിര് തല്ലുമ്പോൾ തല്ലരുതെന്ന് പറയാൻ പോലും ആണൊരുത്തനില്ലാത്ത ഒരു കിഴങ്ങന്മാരുടെ ഒരു മുന്നിലിട്ട് തല്ലി റോഡിൽ തള്ളിലിട്ട് പോകുന്നു. അവൻ അന്ന് രാത്രി ആത്മഹത്യ ചെയ്യുന്നു. എനിക്കൊരു ഫീലിംഗ് ഉണ്ടായില്ല. പക്ഷേ മേജർ റിവ്യൂ എവിടെ പറയുന്നത് കേട്ടു, സൈജു കുറുപ്പിൻ്റെ ആ കഥാപാത്രം എന്നെ കരയിച്ചു. എന്തിനാ മേജറെ കരയിക്കുന്നത്? നിങ്ങൾ നല്ല പ്രായത്തിൽ പട്ടാളത്തിലൊക്കെ പോയി ജോലി ചെയ്ത ആളല്ലേ? നിങ്ങൾ പട്ടാളത്തിൽ നിന്ന് പെൻഷനായി വന്നപ്പോൾ നിങ്ങൾ സിനിമയൊക്കെ എടുത്ത് ജീവിക്കുന്ന ആളല്ലേ? നിങ്ങൾ വീട് നോക്കുന്ന ആളല്ലേ? ഈ സൈജു കുറുപ്പ് ചെയ്ത കഥാപാത്രം എന്ത് ഇങ്ങനെയാണോ നടക്കാനുള്ള മനുഷ്യരാണുങ്ങളായ ഒരു കിഴങ്ങൻ എന്നേ ഞാൻ പറയും. പക്ഷേ അങ്ങനെയുള്ളൊരു കഥയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ്. ഒരു തനി പൈങ്കിളി സീരിയലിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സാധനം. എനിക്കിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാൻ വന്നത് വിട്ടുപോയി. 10:30 മണിക്കുള്ള ഷോ തുടങ്ങിയപ്പോൾ പരസ്യമൊക്കെ കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ 10:45 പടം തുടങ്ങി. അങ്ങോട്ട് പടം പോയി 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 ഉണ്ണി മുകുന്ദൻ എൻട്രി ആയി. ബസ്സിൽ പിള്ളേർ വീട്ടുകാരൊന്നും അറിയാതെ 2 കൊച്ചുകുട്ടികൾ ശബരിമല പോകാൻ കയറി പോകുന്നു. ഇരുമുടിക്കെട്ടുമില്ല. 2 സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ ബസ്സിൽ കയറിയിട്ടൊന്നും കണ്ടക്ടർക്ക് യാതൊരു സംശയവുമില്ല. 2 ശബരിമല എന്ന് പറഞ്ഞാൽ ചെറുക്കൻ ടിക്കറ്റ് എടുക്കുമ്പോൾ അങ്ങ് അടിച്ചു കൊടുക്കുകയാണ് 2 ടിക്കറ്റ്. അപ്പം മറുവശത്തൊരു വില്ലൻ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് സിനിമ ഒന്ന് ചൂടായി വരുന്നു എന്ന് മനസ്സിലായി. അവിടേക്കാണ് ഉണ്ണി മുകുന്ദൻ്റെ എൻട്രി. ആ ഉണ്ണി മുകുന്ദൻ എൻട്രി ആയപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ ഭാര്യ, അവൻ്റെ അമ്മ, അവൻ്റെ ഒരു 3-4 വയസ്സുള്ളൊരു പെൺകുട്ടി, 4 പേരാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. ഈ കിളവിക്ക് തലയ്ക്ക് സുഖമില്ലാന്ന് തോന്നുന്നേ. ഉണ്ണി മുകുന്ദനെ കാണിക്കുന്ന നേരം മുതൽ സ്വാമിയേ ശരണയ്യപ്പം മറ്റേ പെണ്ണുങ്ങളെ ശബരിമലയിൽ കയറ്റിയപ്പോൾ റോഡിൽ കിടന്ന് വിളിച്ചതുപോലെ തിയേറ്ററിനകത്ത് ബാക്കിയുള്ളൊരു സിനിമ കാണാൻ ഇരിക്കുകയാണെന്നുള്ളൊരു ബോധമില്ലാതെ ഒരു വട്ടുകളവി സ്വാമിയേ ശരണയ്യപ്പം പടം തീർന്നവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രതികരിക്കുന്നുണ്ട് അവർ കേൾക്കാൻ. അപ്പോൾ അവരുടെ മകനോ മരുമകനോ ആണ്. അവൻ ശ്രദ്ധിക്കുന്നുണ്ട് ഈ കിളവി കാണിക്കുന്ന കോപ്രായം ബാക്കിലിരിക്കുന്നവന് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ എൻ്റെ മോൻ എന്നെ കൺട്രോൾ ചെയ്യുന്നു. ചമിണ്ടായിരിക്കും. ഞാൻ പറയട്ടെ, സിനിമ കാണാമെന്ന സിനിമ കാണട്ടെ. നമ്മൾ സിനിമ കാണാൻ ടിക്കറ്റ് എടുത്തിരിക്കുമ്പോൾ ഫ്രണ്ടിൽ ഇരുന്ന് ഇങ്ങനെ ശരണം വിളിക്കാമെന്ന് പറഞ്ഞാൽ, എന്നിട്ട് ആ 3 വയസ്സായ കുട്ടിയോട് ഈ കിളവി പറയുകയാണ്, ഈ കിളവിയെയൊക്കെ ദൈവം നേരത്തെ വിളിക്കുന്നില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മക്കളെ വിളിയുന്നു. ആ കൊച്ചിൻ്റെ പറഞ്ഞു, ആ കൊച്ചും വിളിക്കുന്നു സ്വാമിയേ ശരണയ്യപ്പ തിയേറ്ററിനകത്ത്. ഇനി വിജയ് തമ്പി പറഞ്ഞു വിട്ട വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കിതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ വിവേകാനന്ദൻ പറഞ്ഞ കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറഞ്ഞതാണ് എനിക്കപ്പോഴും ഓർമ്മ വന്നത്. കാരണം മനുഷ്യർ പല തട്ടുകളിലേക്ക് മാറി പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വീണ്ടും പഴയ നൂറ്റാണ്ടുകളിലേക്ക് പോവുകയാണോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു. നിങ്ങൾ ആലോചിച്ചു, ഇപ്പം തന്നെ സംസ്ഥാന സ്കൂൾ യുവനോത്സവത്തിൽ ഒരു പ്രശ്നവുമില്ലാതെ 16 വർഷം 40,000-45,000 കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ബാഡ്ജ് ചുറ്റി നടക്കുന്ന അണ്ണന്മാർക്കുമൊക്കെ 4 നേരം നല്ല ഭക്ഷണം കൊടുത്തു. ഒരു പ്രശ്നവുമില്ലാതെ യുവജനോത്സവത്തിൽ ആഹാരം കൊടുത്ത് ഈ ഓരോ വർഷവും മാർക്കിടുന്നിടത്തൊക്കെയാണ് അടികൂടലും കരച്ചിലും പിടിച്ചിലും ഒക്കെ നടക്കുന്നത്. പഴയയിടം ആഹാരം തന്നില്ല എന്ന് ഈ കഴിഞ്ഞ 16 വർഷത്തിനിടയിൽ ആരും പറഞ്ഞില്ല. അങ്ങനെ മര്യാദയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നിടത്താണ് ആ മൊട്ട അരുണില്ലേ, മറ്റേ ഷീണ്ടൻ നായരുടെ ചാനലിൽ ചെന്നിരുന്ന് കുറേ ദിവസം വായിച്ച്. ഞാൻ ഈ മറുനാടൻ സാജൻ പറയുമ്പോഴൊന്നും ഞാൻ അയാളെ പറ്റിയൊന്നും പറയുന്നില്ല. അയാൾ ഈ സദാചാരത്തിൻ്റെ അങ്ങേ അറ്റമാണ് ഈ മൊട്ട അരുൺ. എന്നെ ഒരു ലൈവിൽ വിളിച്ച് ഞാൻ വയറ് നിറച്ചു കൊടുത്തു. അതിനുശേഷം എന്നെ വിളിക്കാറില്ല 24. അവൻ ഒരാവശ്യമില്ലാതെ അയാൾ പഴയിടത്തിൻ്റെ പുറത്ത് കയറി ഇങ്ങനെ വെജിറ്റേറിയൻ ആഹാരം മാത്രം കൊടുത്താൽ പോരാ, ചിക്കനും മുട്ടയും മീനും ഒക്കെ കൊടുക്കണം. എന്നിട്ട് അവൻ തന്നെ ഒരു ഉളുപ്പുമില്ലാതെ പറയുക, ഞാനൊരു ബ്രാഹ്മൺ പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചത്, ഞാൻ നായരാണെങ്കിലും ഒരു ബ്രാഹ്മൺ പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചത്, അതുകൊണ്ട് തന്നെ അവൾ വീട്ടിൽ നോണൊന്നും പാചകം ചെയ്യില്ല, എൻ്റെ കുട്ടികളും ഫുൾ വെജിറ്റേറിയനാണ്. പക്ഷേ എന്നാലും പഴയിടം അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് വരേണ്യവർഗത്തിൻ്റെ മറ്റേ കോപ്പല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടെന്ന് ചെയ്യുക. ഇവനെയൊക്കെ നിലയ്ക്ക് നിർത്താൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് സമൂഹത്തിൽ സ്പർദ്ധ വളർത്താനുള്ള മെസ്സേജുകൾ കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് പിടിച്ച് അത് തീർന്നത്. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തല്ല, അത് കേട്ട് തിരു മുമ്പേ ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അടുത്ത വർഷം ആലോചിക്കാം. ഞാൻ കേൾക്കട്ടെ ശിവൻകുട്ടി, 40,000 പേർക്ക് ചാള മീൻ വിളമ്പണമെങ്കിൽ എത്ര കിലോ ചാള വേണം? ആ ചാള മീൻ കൊണ്ടിട്ട് വൃത്തിയാക്കാൻ എത്ര ജോലിക്കാർ വേണം?
വൃത്തിയാക്കി കഴുകിയെടുത്താൽ ആ വെള്ളം എങ്ങോട്ട് കളയും? നിങ്ങൾ 30,000 പേർക്ക് ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം പഴയടം പറയുന്നത് 30,000 പേർക്കെന്ന് പറഞ്ഞാൽ 35,000 38,000 പേര് ഉണ്ണുന്നു എന്ന് പറയും. നിങ്ങൾ 30,000 പേർക്ക് കൊടുക്കാൻ പറഞ്ഞാൽ 2 ചാള വെച്ച് 60,000 ചാള കൊണ്ടുവന്ന് കറി വെച്ചാൽ അല്ലെങ്കിൽ വറുത്ത് വെച്ചാൽ ഈ 30,000 എന്ന് പറഞ്ഞിട്ട് 35,000 പേര് ഉണ്ണാൻ വന്നാൽ ബാക്കി 5,000 പേർക്ക് ആര് ചാള കൊടുക്കും? ആലോചിക്കണ്ടേ? ചിക്കൻ എവിടെയെങ്കിലും എൻ്റെ പ്രായമുള്ള ചിക്കനൊക്കെ വെട്ടി നുറുക്കി കൊണ്ടുവന്ന് എവിടെ കൊണ്ടുവന്ന് സൂക്ഷിക്കും? ഈ 30,000 പേർക്ക് 40,000 പേർക്ക് ആലോചിക്കണ്ടേ? ഇതുവരെ വെജിറ്റേറിയൻ ആഹാരം കഴിച്ച് ആരും മരിച്ചു എന്ന് ലോകത്താരും പറഞ്ഞിട്ടില്ല. ഇത്രയും വിവരദോഷം അരുണിനെ പോലെ ഒരുത്തൻ പറയുമ്പോൾ, അവൻ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണെന്നാണ് പറയുന്നത്. ഇതുപോലുള്ള വിവരദോഷങ്ങൾ പറയുമ്പോൾ അവരെ നിലയ്ക്ക് നിർത്തുന്നതിന് പകരം അവരെ സപ്പോർട്ട് ചെയ്യുന്ന ശരി. 2 ദിവസം കഴിഞ്ഞ് ശിവൻകുട്ടി പ്ലേറ്റ് മറിച്ച്. അങ്ങനെയൊന്നുമില്ല. മുസ്ലിം ലീഗിൻ്റെ KPA മജീദ് വരെ പറയുന്നു നോൺ ഭക്ഷണങ്ങൾ ഇതുപോലുള്ള കലോത്സവങ്ങളിൽ വിളമ്പുന്നത് ശരിയാവില്ല, വെജിറ്റേറിയൻ തന്നെയാണ് നല്ലത്. വെജിറ്റേറിയൻ ആഹാരം കഴിക്കുന്ന ഞാൻ വെജിറ്റേറിയനാണല്ലോ. എന്നെപ്പോലെ ഒരു കുട്ടി വെജിറ്റേറിയൻ ആണെങ്കിൽ അവന് വെജിറ്റേറിയൻ ആഹാരം വേറെ കൊടുക്കണ്ടേ? അപ്പോൾ ആ പന്തിയിൽ തന്നെ 2 ഇനം ആഹാരം വിളമ്പേണ്ടി വരില്ല. ഇത് വെജിറ്റേറിയൻ ആകുമ്പോൾ എല്ലാവരും കഴിക്കും ഇല്ലേ? അപ്പോൾ നമ്മുടെ കേരളം ഇങ്ങനെ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളിലേക്ക് ജാതിയുടെയും മതത്തിൻ്റെയും ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഒരു മേഖല, ഏത് സംസാരത്തിലും ജാതിയും മതവും കടന്നു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പഴയടത്തിനെതിരെ നീങ്ങുന്ന നീക്കം. അതിൻ്റെ ഇടയിലാണ് ബിജി തമ്പിമാർ അല്ലെങ്കിൽ ജിഹാദികൾ എന്നൊക്കെ പറയുന്നവന്മാർ സിനിമ കാണണം കാണണ്ട എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നത്. ഉണ്ണി മുകുന്ദൻ എന്ന അഭിനേതാവിൻ്റെ സ്ക്രീൻ പ്രസൻസാണ് ചിത്രത്തിൻ്റെ ആത്മാവ്. സൈജു കുറുപ്പ് ചെയ്ത കഥാപാത്രത്തിൻ്റെ ജീവിതയാത്രയുടെ പല ഭാഗങ്ങളും ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ എൻ്റെ കണ്ണ് നനയിച്ചു. അച്ഛൻ്റെ കഴിവുകൾ കിട്ടിയ കലാകാരനാണ് സംവിധായകൻ വിഷ്ണു ശങ്കർ. ഇത്രയുമാണ് മേജർ രവി പറഞ്ഞത്. എനിക്ക് മേജർ രവിയോട് ബഹുമാനം തോന്നുന്നു. കാരണം മേജർ രവിയും ഉണ്ണി മുകുന്ദനുമായിട്ട് കുറേ കാലം സംസാരിക്കില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ജോഷി സാറിൻ്റെ ഒരു സിനിമ സലാം കാശ്മീർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ജോഷി സാറ് ഉണ്ണി മുകുന്ദനെ ഫൈറ്റ് കാണാൻ വിളിച്ചു. അങ്ങനെ ഉണ്ണി മുകുന്ദൻ സെറ്റ് ചെല്ലുമ്പോൾ അവിടെ മേജർ രവിയുണ്ട്. അപ്പോൾ മേജർ രവിയുടെ ഏതോ ഒരു പടം നടക്കാതെ പടമാണോ നടന്ന പടമാണോ എന്ന് പറഞ്ഞാൽ ആ പടത്തിൽ ഉണ്ണി മുകുന്ദൻ അഭിനയിക്കാൻ ചെല്ലാമെന്നുകൊണ്ട് പോയില്ല. എന്തോ പ്രശ്നത്താൽ ആ പടം വേണ്ടാന്ന് വെച്ചു. അത് മേജറിനെ അറിയിച്ചില്ല എന്നാണോ എന്ന് എനിക്കറിയില്ല. ഇനി അഡ്വാൻസ് ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണോ ഉണ്ണി പോകാത്തതെന്ന് അറിയില്ല. ആ പടം ഒരു തല്ലിപ്പൊളിയാണ് എന്ന് വിചാരിച്ചാണ് പോകാത്തതെന്ന് പറഞ്ഞാൽ എന്തായാലും ഉണ്ണി മുകുന്ദൻ പോയില്ല. അപ്പോൾ ഉണ്ണി മുകുന്ദൻ ഫൈറ്റ് നടക്കുന്നിടത്തേക്ക് നടന്നു വരുമ്പോൾ മേജർ രവി ഫൈറ്റ് കണ്ടിട്ട് തിരിച്ചു പോകാനായിട്ട് വരികയാണ്. അദ്ദേഹം മോശമല്ലാത്ത ഭാഷയിൽ ഉണ്ണിയുടെ അമ്മയ്ക്ക് ചേർത്ത് ചീത്ത വിളിച്ചു. അമ്മയ്ക്ക് ചേർത്ത് ചീത്ത വിളിച്ചപ്പോൾ ഹിന്ദിയിലാണ് വിളിക്കുന്നത്. മേജർ ഹിന്ദിക്കാരനെ, ഹിന്ദി നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ മേജർ. ഉണ്ണി വളരെ സൗമ്യമായി പറഞ്ഞു, സാർ എൻ്റെ അമ്മയെ ചീത്ത പറയരുത്, നിങ്ങൾ പറയുന്ന ഭാഷ ശരിയല്ല, നിങ്ങൾ ഹിന്ദിയിൽ ചീത്ത വിളിക്കരുത്. അപ്പോൾ മേജർ വീണ്ടും സംസാരിച്ചു. മേജർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഉണ്ണി മുകുന്ദൻ നല്ല തടിമിടുക്കുള്ള നല്ല ഹൈറ്റൊക്കെയുള്ള പയ്യനല്ലേ, നല്ല മലയാള സിനിമയിൽ ഏറ്റവും നല്ല ബോഡി ബിൽഡറല്ലേ ഉണ്ണി മറ്റേ പുല്ല് പോലെ പുഷ്പം പോലെ മേജറെ ഇവിടുന്ന് തൂക്കിയെടുത്ത് കാറിൻ്റെ മുകളിൽ കൂടെ അപ്പുറത്തിട്ടു. ഉണ്ണി ആലോചിച്ചു, ശിവരസനെയൊക്കെ പിടിക്കാൻ മേജർ കാറിൻ്റെ മുകളിൽ കൂടെ പറന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പം തന്നെ ട്രോൾ ഇറങ്ങുന്നുണ്ട്, പൃഥ്വിരാജും ശാന്തിയുള്ള ദിനേശുമാണ് കേരളത്തിലെ സിനിമയിലെ എല്ലാ കാര്യം പറയുന്നത്, നിങ്ങളിതിങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കരുത്. കാരണം ഞാൻ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ്റെ എക്സിക്യൂട്ടീവിലുള്ളപ്പോഴാണ് ലാലു എന്ന് പറഞ്ഞിട്ട് മേജർ രവിയുടെ ഒരു പരാതി കത്ത് വന്നത്. ആ കത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, എന്നെ ഉണ്ണി മുകുന്ദൻ കാറിൻ്റെ മുകളിൽ കൂടെ അപ്പുറത്തേക്ക് ഇട്ടു എന്ന്. അത് അപ്പം ഞാൻ ദൃക്സാക്ഷിയാണ്, എൻ്റെ കയ്യിൽ കത്ത് കിട്ടിയതാണല്ലോ, ചർച്ച ചെയ്തതാണ് ഞങ്ങൾ. സത്യത്തിൽ എനിക്ക് നാണം തോന്നി. മേജറെ പോലെ ഒരാൾ, ഉണ്ണി മുകുന്ദനെ പോലെ ഒരു കൊച്ചു പയ്യൻ എന്നെ കാറിൻ്റെ മുകളിൽ കൂടെ എടുത്ത് അപ്പുറത്തിട്ടിട്ട് ഇടിച്ചു എന്നൊക്കെ പറഞ്ഞത് മോശം. ഞാൻ അങ്ങനെ തന്നെ കമ്മിറ്റി പറഞ്ഞു. അവസാനം 2 കൂട്ടരെയും വിളിച്ചെന്തോ സംസാരിച്ച് ആ പ്രശ്നം ഒതുക്കിയെന്ന് മാത്രമല്ല, ഈ പറയുന്ന ഗുജറാത്തിൽ ജനിച്ച് കേരളത്തിൽ ജീവിക്കുന്ന ഉണ്ണി മുകുന്ദന് ഹിന്ദി അറിയാമെന്ന് ചിലപ്പോൾ മേജർക്ക് മനസ്സിലായി കാണില്ല. എന്തായാലും അതിൽ 2 പേരുടെയും വലിയ മനസ്സാണെന്ന് എനിക്ക് തോന്നിയ കാര്യം, ഉണ്ണി മുകുന്ദൻ ഇപ്പം നിർമ്മിച്ച ഏതോ ഒരു സിനിമ, ഏതെന്ന് എനിക്കറിയില്ല, ആ സിനിമയിൽ മേജറെ വിളിച്ച് അഭിനയിപ്പിച്ചു. എടാ, എൻ്റെ പടത്തിന് വരാത്ത നീ എന്നെ ഇത്ര സീനിയറായി എന്നെ തല്ലിയ നിൻ്റെ സിനിമ പുല്ലെനിക്ക് വേണ്ടെന്ന് മേജർ പറഞ്ഞില്ല. പക്ഷേ മേജർ അതിന് പകരം ആ പടത്തിൽ പോയി അഭിനയിച്ചു. ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ്റെ ഏറ്റവും നല്ല
ഉണ്ണി മുകുന്ദൻ ബഹുമാനിക്കുന്ന ആളുകളിൽ ഒരാളാണ് മേജർ. അതിനെ എടുത്ത് ഇപ്പോൾ അലക്കിയിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ തന്ന ഇടി പോരാ, അതുകൊണ്ടാണ് ഉണ്ണിയെ ന്യായീകരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് മേജർക്കെതിരെ തെറി വിളിക്കുന്നു. മേജർ ഈ പോസ്റ്റ് ഇട്ടതിൻ്റെ പേര് എന്തിനു പറയുന്നു? അതുപോലെ തന്നെ ബാലയും ഉണ്ണിയായിട്ട് പ്രശ്നമായല്ലോ. എനക്ക് 240 കോടി എൻ്റെ അച്ഛൻ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, എനിക്ക് ഉണ്ണി മുകുന്ദൻ്റെ കാശ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ബാല പാവമല്ലേ ഇത്. അതും പറയുന്നു ബാലയെ കൊണ്ട് ഏതോ ഒരു ഗ്രൂപ്പ്, വേണമെങ്കിൽ ഇനി നാളെ ജിഹാദികളാക്കുമെന്ന് എനിക്കറിയില്ല, ഏതോ ഒരു ഗ്രൂപ്പാണെന്ന് ബാലയെ ഉണ്ണി മുകുന്ദനെതിരെ ഇറക്കിയതെന്നാണ് വേറൊരു. നമ്മൾ ഈ ഫേസ്ബുക്കും വാട്സാപ്പും വന്നുകൊണ്ട് എല്ലാം കേൾക്കാൻ പറ്റും, നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം കേൾക്കാമല്ലോ. അങ്ങനെ മേജർ രവി പറയുന്നു, ഞാൻ ഉണ്ണിക്ക് പിന്തുണ നൽകുന്നു, ആ സിനിമയിലെ നമ്മുടെ സൈജു കുറുപ്പിൻ്റെ കഥാപാത്രം എന്നെ കരയിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ജനുവരി 20 ആകുമ്പോഴേക്കും മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമയുടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഇത്രയും ഭാഷകളിൽ ഇതിൻ്റെ ഡബ്ബിംഗ് പടം ഇറങ്ങും. അല്ലു അർജുൻ്റെ കമ്പനിയാണ് ഗീത ഫിലിംസ്, അവരാണ് തെലുങ്കിലെ ഡബ്ബിംഗ് റൈറ്റ് വാങ്ങിയിരിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ്റെ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രമായിരിക്കും മാളികപ്പുറം, അത് ഉറപ്പാണ്. കാരണം ഞാൻ ഈ 10:30 മണിക്കുള്ള സിനിമ കാണുമ്പോഴും ഹൗസ്ഫുള്ളാണ്. ഇപ്പോൾ ഒരു 4-5 ദിവസമായുള്ളൂ കണ്ടിട്ട്. അപ്പോൾ എന്താ പറയുക, നല്ല സമയത്ത് ബുദ്ധിപൂർവ്വം ഇറക്കിയിരിക്കുന്ന ആൻ്റോയ്ക്ക് ആരെങ്കിലും ബുദ്ധി പറഞ്ഞു കൊടുക്കണോ? സിനിമ അരച്ചേലേക്ക് പിടിച്ച ആളല്ലേ ആൻ്റോ ജോസഫ്. അല്ലെങ്കിൽ ഈ മണ്ഡല കാലത്ത്, മകരവിളക്ക് കാലത്തായിരിക്കും തെലുങ്കിലും കന്നഡയിലും തമിഴിലൊക്കെ ഇറങ്ങണം. എല്ലാം ഇവിടെ കേരളത്തിൽ സ്വാഭാവികമായി ശരണയ്യപ്പാൻ തിയേറ്ററിൽ നിന്ന് വിളിക്കാമെങ്കിൽ തമിഴന്മാരും തെലുങ്കന്മാരും ആന്ധ്രക്കാരും ഒക്കെ കന്നഡക്കാരും ഒക്കെ എന്തുമാത്രം തിയേറ്ററിലേക്ക് ഇടിച്ചു കയറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ജനുവരി 20-ാം തീയതി മുതൽ ആ ഭാഷകളിൽ ഈ പടം ഇറങ്ങും. എന്തായാലും വേണു കുന്നപ്പള്ളിയും ആൻ്റോ ജോസഫും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. മാമാങ്കം പ്രൊഡ്യൂസ് ചെയ്തതാണ് വേണു കുന്നപ്പള്ളി. മാമാങ്കം വിചാരിച്ച പോലെ ഓടിയില്ല. അതിനുശേഷം എനിക്ക് തോന്നുന്നു മമ്മൂട്ടിക്ക്, ഇവിടെ എല്ലാവരും പറയുന്നത് പുതിയ തലമുറക്കാരൊക്കെ മലയാള സിനിമയുടെ നസീർ സാറ് കഴിഞ്ഞാൽ നിർമ്മാതാക്കളെ ആരെയും പൊളിഞ്ഞു പോകുന്ന നിർമ്മാതാക്കളെ മൈൻഡ് ചെയ്യാത്തവരാണെന്നൊക്കെ പറയും. പക്ഷേ ഇതാ വേണു കുന്നപ്പള്ളി ഇപ്പോൾ മമ്മൂട്ടിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളിൽ ഒരാളാണ്. മാമാങ്കം വിചാരിച്ച പോലെ ഓടാത്തതുകൊണ്ടായിരിക്കണം. അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയാണ് ആൻ്റോ ജോസഫ്. അവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് മാമാങ്കം ഈ മാളികപ്പുറം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് തോന്നും ഉണ്ണി മുകുന്ദൻ തന്നെയാണ് ഇത് നിർമ്മിച്ചത്. എന്തായാലും ആൻ്റോയുടെ കുറേ സാമ്പത്തിക ക്രൈസിസൊക്കെ ഈ പടം മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെ അടുത്തൊരു സംഭവം വരികയാണ്. പൃഥ്വിരാജും ബേസിൽ ജോസഫും ചേർന്ന് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞൊരു സിനിമ കൊണ്ടുവരുന്നു. നല്ല ടൈറ്റിൽ, ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും എന്നുള്ള പാട്ടൊക്കെ ഉള്ള അതിൻ്റെ ടൈറ്റിലാണ്. ഗുരുവായൂരപ്പൻ്റെ പേര് വികലമാക്കി എന്തെങ്കിലും കാണിച്ചു കൂട്ടാനാണെങ്കിൽ വാര്യംകുന്നത്തോ ഓർത്തോ എന്നാണ് അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത്. ഒരു നിവൃത്തിയില്ല കേട്ടോ. ഇവിടെ ഒരു സിനിമയും ആർക്കും എടുക്കാവില്ല എന്നുള്ളതാണ്. ജാതി തിരിച്ച് മതം തിരിച്ച് മാത്രം സിനിമ എടുക്കാവൂ. ഉണ്ണി നമ്മുടെ വാര്യംകുന്നത്തിനെ കുറിച്ച് ഒരു സിനിമ എടുക്കാനായിട്ട് പൃഥ്വിരാജ് ഇറങ്ങുന്നു എന്ന് കണ്ടപ്പോൾ തീ വാരി എറിഞ്ഞില്ലേ. അയാളോട് ചോദിച്ചാൽ ആ പ്രോജക്റ്റ് വേണ്ടാന്ന് വെച്ചു. ഇയാളുമായിട്ട് ആഷിഖ് കപൂറുമായിട്ടാണ് സിനിമ ചെയ്യാനിരുന്നത്. അത് നീ ഓർത്തോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഏതോ ഹൈന്ദവ സംഘടനയാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഗുരുവായൂർ അമ്പലനട എന്നുണ്ട്. ഞാൻ കേൾക്കട്ടെ, പൃഥ്വിരാജിനെ പോലെ ഒരാൾ വിചാരിച്ചാൽ ഗുരുവായൂരപ്പനെ മോശമാക്കാൻ പറ്റുമോ? ഗുരുവായൂരപ്പൻ അത്രയും താഴെയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മുടെ സകല ചരാചരങ്ങളിലും നിൽക്കുന്ന ഈശ്വരനെ ഇത്രയുള്ള കൃമികീടമായ മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ പറയുമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിലയല്ലേ ഇവർ കുറച്ച് കാണുന്നത്. എന്ന് മാത്രമല്ല, ഗുരുവായൂരപ്പനെ പ്രകീർത്തിച്ചുകൊണ്ടെടുത്ത നന്ദനം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് പൃഥ്വിരാജ് ആദ്യമായി സിനിമയിൽ വന്നത് എന്ന് പോലും ആരും ഓർക്കുന്നില്ല. ഇപ്പം ജയസൂര്യ ഒരു പടം ചെയ്തു ഇല്ലേ, ഈശോ. PC ജോർജ് എന്തുമാത്രം തെറിയാ വിളിച്ചേ. കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളിൽ ഞാൻ കാണിച്ചു തരാം, പടം ഇങ്ങോട്ട് കൊണ്ടുപോടാന്നൊക്കെ അല്ലേ പറഞ്ഞത്. എന്നിട്ട് ഈശോ തിയേറ്ററിൽ വന്ന് OTTയിൽ വന്നപ്പോൾ അത് കണ്ട ശേഷം PC ജോർജ് പറയണം, അയ്യോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈശോ എന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ വിളിച്ച തെറിയൊക്കെ തിരിച്ചെടുക്കുമോ? ഇതാണ് ഇവിടെ നടക്കുന്നത്. കാള പെറ്റു എന്ന് കേട്ടാൽ മതി, കാളാന്നൊന്നും ഓർക്കില്ല. ഓടം കയറും എടുത്തുകൊണ്ട് ഓടും എന്നുള്ളതാണ് വർത്തമാനകാല കേരളത്തിൻ്റെ ഏറ്റവും ശാപം എന്ന് ഞാൻ പറയും. ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ് പേരിട്ടിലും ബേസിൽ, ഒന്നാമത് ബേസിൽ ഇപ്പോൾ നല്ല പേരുണ്ട് ഒരു സിനിമയിലൂടെ അല്ലേ. ജയ് 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 ഹേ എന്ന് പറഞ്ഞ പടം നല്ല പേരെടുത്ത് നിൽക്കുന്ന സമയമാണ്. പൃഥ്വിരാജിന് നല്ല സമയമാണ്. കാരണം കൊട്ടമധു എന്ന് പറഞ്ഞ കാപ്പയിലെ നായകനിലൂടെ നല്ല പേരിൽ നിൽക്കുകയാണ് പൃഥ്വിരാജ്. അവരെന്തുകൊണ്ടാണ് ഈ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് ടൈറ്റിൽ ഇടാൻ കാരണമെന്ന് എനിക്കറിയില്ല. ചിലപ്പം ഗുരുവായൂർ അമ്പലനടയിൽ പുസ്തകം വിൽക്കുന്ന അല്ലെങ്കിൽ കാസറ്റ് വിൽക്കുന്നവരുടെ കഥയാണോ ഇനി എടുക്കണമെന്നും എനിക്കറിയില്ല. 1928 നമ്മുടെ മലയാള സിനിമ വിഗതകുമാരനിലൂടെ ജന്മം എടുക്കുന്നത്. മലയാളത്തിലെ 5ാമത്തെ സിനിമ പ്രഹ്ലാദയായിരുന്നു, ഭക്തപ്രഹ്ലാദ. നല്ല വിജയം നേടി 1941.
1953 ആദ്യത്തെ ക്രിസ്ത്യൻ സിനിമ വന്നു, ജനോവ. 1955 ഹരിചന്ദ്ര, ഈശ്വര ചിന്തയിലൊന്നേ മനുജന് ശാശ്വതം ഈ ഉലകിൽ എന്നുള്ള എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ കമുകറ പാടിയ പാട്ടുള്ള ഹരിചന്ദ്ര. 1961 ക്രിസ്മസ് രാത്രി എന്ന് പറഞ്ഞ സിനിമ വന്നതിൻ്റെ പിന്നാലെ ശബരിമല അയ്യപ്പൻ വന്നു, ഭക്തകുചേല വന്നു, കൃഷ്ണകുചേല വന്നു. ഭക്തകുചേല മെർലാൻഡ് എടുത്തപ്പോൾ കൃഷ്ണകുചേല ഉദയം എടുത്തു. കൃഷ്ണകുചേല പൊട്ടി പാളീസുമായി, ഭക്തകുചേല ലക്ഷങ്ങൾ വാരുകയും ചെയ്തു. 1963 തോന്നുന്നു ലൈല മഞ്ജുനി, ഒരു മുസ്ലിം കഥ പ്രണയത്തിൻ്റെ മനോഹരമായ സിനിമയാണല്ലോ ലൈല മഞ്ജുനി, അത് വന്നു. സ്നാപക യോഹന്നാൻ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ പടം വന്നു. പിന്നെ 1966 അൾത്താര എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ സിനിമ വന്നു. 66 തന്നെ കടമറ്റത്ത് അച്ഛൻ വന്നു. 67 കുഞ്ഞാലി മരയ്ക്കാർ വന്നു, പഴയ കുഞ്ഞാലി മരയ്ക്കാർ. 1969 കുമാരസംഭവം എന്ന് പറഞ്ഞ പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത സിനിമ വന്നത്. ആ സിനിമ എന്നും ഓർക്കപ്പെടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, സംസ്ഥാന സർക്കാർ ആദ്യമായി അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള അവാർഡ് കുമാരസംഭവത്തിനായിരുന്നു. വലിയ ദ്രോഹമാണ് ചെയ്തത്. എന്നാൽ അന്ന് ആ വർഷം മത്സരിക്കാൻ കാട്ടുകുരങ്ങ്, അടിമകൾ, നദി, കള്ളിച്ചെല്ലമ്മ, കടൽപ്പാലം, മൂലധനം പോലുള്ള ഒരുപാട് നല്ല സിനിമകൾ മത്സരത്തിനുണ്ടായിരുന്നു. പക്ഷേ കൊടുത്തത് പി സുബ്രഹ്മണ്യത്തിൻ്റെ കുമാരസംഭവത്തിനായിരുന്നു. എന്നാൽ കുമാരസംഭവം മികച്ച സിനിമയായി എന്നുള്ളതല്ലാതെ സംവിധായകൻ്റെ അടക്കം ഒരു അവാർഡും ആ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞില്ല. മികച്ച നടൻ സത്യനായിരുന്നു കടൽപ്പാലം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയത്തിന്. മികച്ച നടി ഷീലയായിരുന്നു കള്ളിച്ചെല്ലമ്മ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചത്. സംവിധായകൻ എ വിൻസെൻ്റ് ആയിരുന്നു നദി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചത്, സംവിധാനം ചെയ്തത്. കഥാകൃത്ത് നമ്മുടെ ഇങ്ങനെയായിരുന്നു തോപ്പിൽ ഭാസി, അദ്ദേഹത്തിൻ്റെ മൂലധനം എന്ന് പറഞ്ഞ നാടകത്തിനായിരുന്നു. അതുപോലെ തന്നെ തിരക്കഥാകൃത്ത് KT മുഹമ്മദ് ആയിരുന്നു കടൽപ്പാലം. സുബ്രഹ്മണ്യത്തിന് ഒരു അവാർഡും കിട്ടിയില്ല. പക്ഷേ ഏറ്റവും മികച്ച, കേരളത്തിലെ മികച്ച ആദ്യത്തെ ചിത്രം കുമാരസംഭവമായിരുന്നു. 1970 ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര വന്നു. 1972 ശ്രീ ഗുരുവായൂരപ്പൻ വന്നു. നല്ല പാട്ടുകളൊക്കെ ഉള്ള ആയിരുന്നു. മറ്റേ ശ്രീകൃഷ്ണൻ ആഹാരം കഴിക്കാത്തതിന് ബേബി സുമതി കരഞ്ഞുകൊണ്ട് പാടുന്ന പാട്ടൊക്കെ ഉള്ള നല്ല പടമായിരുന്നു. 1973 ജീസസ് എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ പടം വരുന്നതിൻ്റെ കൂട്ടത്തിൽ നിർമാല്യം റിലീസ് ചെയ്തു. ഇന്നാറ്റോ MT വാസുദേവൻ നായർ നിർമാല്യം എടുത്തിരുന്നെങ്കിൽ കട്ട പുകയായിപ്പോയത്. കാരണം അതിൻ്റെ ക്ലൈമാക്സ് ഞാൻ പലതിലും പറഞ്ഞതാണ്. ജീവിതം മുഴുവൻ ദൈവത്തിന് വേണ്ടി നടന്ന പ്രതിപുരുഷനായി വെളിച്ചപ്പാടായി നടന്ന മനുഷ്യൻ സ്വന്തം ഭാര്യ ഒരു നേരത്തെ ആഹാരമുണ്ടാക്കാൻ വേണ്ടി ശരീരം പോലും വിൽക്കുന്നു എന്ന് നേരിൽ കാണേണ്ടി വന്ന ആ ഹതഭാഗ്യം, താൻ പൂജിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ മുഖത്ത് വിഗ്രഹത്തിൽ കാർക്കിച്ച് തുപ്പുന്നതാണല്ലോ ക്ലൈമാക്സ്. ഇപ്പോൾ MT വാസുദേവൻ നായർ അങ്ങനെ ചിന്തിക്കില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ചിത്രീകരിച്ചാൽ സെൻസർ ബോർഡ് ഒരു കാരണവശാലും അനുമതി കൊടുക്കില്ല. ഇപ്പം നമ്മുടെ രാമസിംഹൻ ഒരു പടം എടുത്തില്ല, ഭാര്യ കുന്നത്തിനെ കള്ളനായിട്ടും കാവക്കാരനായിട്ടും വ്യഭിചാരിയായിട്ടും ഒരു സിനിമ എടുത്തിട്ടുണ്ട്. ആ സിനിമ BJP ഭരിച്ചിട്ട് പോലും അവർ സെൻസർ ബോർഡ് പെർമിഷൻ കൊടുത്തില്ല. ഒരുപാട് കട്ടുകൾ പറയുകയും അങ്ങനെ രാമസിംഹൻ, അലി അക്ബർ ബഹളമുണ്ടാക്കിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കണക്കിന് രാമസിംഹനെ രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ പറയും. കാരണം പടം കുത്തുവാൾ എടുത്താൽ പറയാമല്ലോ, അത് സെൻസർ ബോർഡ് ക്രൂരമായി കട്ട് ചെയ്തുകൊണ്ടാണ് എൻ്റെ സിനിമ മോശമായി പോയെന്ന് അദ്ദേഹത്തിന് പറഞ്ഞ് തടി രക്ഷപ്പെടുത്താം. എന്തായാലും രാമസിംഹൻ്റെ മേജർ പോർഷൻ അവർ വെട്ടിക്കളഞ്ഞു. പിന്നെ പറയാനുള്ളത്, മധുസാർ ഒരു സിനിമ സംവിധാനം ചെയ്തു, മാന്യശ്രീ വിശ്വാമിത്രൻ. ഇപ്പോൾ ഇടാൻ പറ്റുമോ? മധുസാറിൻ്റെ ഒരു കോമഡി പടത്തിന് മാന്യശ്രീ വിശ്വാമിത്രൻ എന്നിട്ട് വിവരം അറിയും. കാരണം രണ്ടാം മുഴം എന്ന് പറഞ്ഞ നോവലിന് മഹാഭാരതം എന്ന് പേരിടുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു സ്ത്രീ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടില്ലേ? അങ്ങനെ മഹാഭാരതം ഒന്നും ഇട്ട് കാണിച്ചു തരാം, ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി. പിന്നെന്തോ ഭാഗ്യം കൊണ്ട് ആ പ്രോജക്റ്റ് നടന്നില്ല. ശ്രീകുമാർ മേനോൻ വിചാരിച്ചതുകൊണ്ട് അത് നടന്നില്ല. 1974 കന്യാകുമാരി എന്ന് പറഞ്ഞ് കമലഹാസൻ നായകനായ സിനിമയും വന്നു. സേതുമാധവ സാറായിരുന്നു സംവിധാനം. ദേവി കന്യാകുമാരി എന്ന് പറഞ്ഞ് ബേബി വിനോദിനി, ഗുരുഗോപിനാഥിൻ്റെ മകൾ വിനോദിനി അഭിനയിച്ച ദേവി കന്യാകുമാരിയും 1974 പുറത്തു വന്നു. 1975 ഭക്തി സിനിമകളിൽ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡുണ്ടാക്കിയ സ്വാമി അയ്യപ്പ റിലീസായത്. മികച്ച ജനപ്രീതിക്കുള്ള ചിത്രത്തിനുള്ള അവാർഡ് ഈ സിനിമ നേടിയെടുത്തു. സ്വാമി അയ്യപ്പനിൽ നിന്ന് കിട്ടിയ ലാഭവിഹിതം കൊണ്ടാണ് സ്വാമി അയ്യപ്പൻ റോഡ് ശബരിമലയിൽ ഉണ്ടാക്കിയത്. 1975 തോമസ് ലീഹ എന്ന് പറഞ്ഞ് ദുഃഖിതരെ പീഡിതരെ എന്നുള്ള പാട്ടൊക്കെയുള്ള സിനിമ വന്നിരുന്നു. 1976 ചോറ്റാനിക്കര അമ്മ, 77 ശ്രീമദ് ഭഗവത്ഗീത, 77 അള്ളാഹു അക്ബർ, വേളാങ്കണ്ണി മാതാവ്, പിന്നെ ശ്രീമുരുകൻ, ജഗദ്ഗുരു ആദിശങ്കരൻ, ഗുരുവായൂർ കേശവൻ, ഇത്രയും 77 റിലീസ് ചെയ്ത സിനിമകളായിരുന്നു. എല്ലാം കുറേ ഭക്തി സിനിമകൾ, ഏതാണ്ട് 7 സിനിമകൾ. ഞാൻ ചോദിക്കട്ടെ, ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞ് ഗുരുവായൂരിനെ ബേസ് ചെയ്തുകൊണ്ട്, ഗുരുവായൂർ അപ്പനെ ബേസ് ചെയ്തുകൊണ്ട് ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞ് എടുത്ത സിനിമയിൽ
ഇന്നെനിക്ക് പൊട്ടുകുത്താൻ എന്ന് പറഞ്ഞ ജയഭാരതി അഭിനയിക്കുന്ന മാധുരി മനോഹരമായി പാടിയ ഒരു പാട്ടുണ്ട്. ജയഭാരതിയുടെ പൊക്കിളൊക്കെ ഇങ്ങനെ ക്ലോസപ്പിൽ ഭരതം കാണിച്ചിട്ട്. ഈ ഗുരുവായൂർ കേശവൻ എന്നുള്ള ടൈറ്റിലെടുത്ത സിനിമയിൽ ജയഭാരതിയുടെ പൊക്കിൾ നിങ്ങൾ എന്തിനാണ് കാണിച്ചതെന്ന് ഏതെങ്കിലും അന്നത്തെ കാലത്ത് ആരെങ്കിലും വഴക്കിന് പോയോ? അന്ന് മലയാളി നല്ല വിശാല ഹൃദയം ഉള്ളവരായിരുന്നു. ചിലപ്പോൾ ഇന്നാണ് ഗുരുവായൂർ കേശവൻ ഭരതൻ എടുത്തിരുന്നതെങ്കിൽ, ജയഭാരതിയുടെ മനോഹരമായ പൊക്കിൾ കാണിച്ചിരുന്നുവെങ്കിൽ ഉറപ്പാണ് തിയേറ്ററിന് മുന്നിൽ സമരം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ഭക്തി സിനിമകളൊക്കെ എടുത്ത് സ്വാമി അയ്യപ്പൻ റോഡ് വരെ ഉണ്ടാക്കി കൊടുത്ത മെരിലാൻഡ് സുബ്രഹ്മണ്യം മുതലാളി മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ എസ് കുമാർ കുറേ സിനിമ എടുത്തു. അതാണ് എനിക്ക് ഏറ്റവും രസകരമായി തോന്നി. ഈ ഭക്തി സിനിമ എടുത്തുകൊണ്ടിരുന്ന അവിടുന്ന് മാറിയിട്ട് 1981 ക്യാൻസറും ലൈംഗിക രോഗങ്ങളും, 1982 ഒരു കുഞ്ഞ് ജനിക്കുന്നു, 89 കാനന സുന്ദരി, ഇങ്ങനെ കുറേ സിനിമ അദ്ദേഹം നിർമ്മിച്ചു. എല്ലാം മറ്റ് സെക്സ് സിനിമകൾ. അതിൽ എനിക്ക് തോന്നുന്നു ഒരു കുഞ്ഞ് ജനിക്കുന്നു എടുത്തത് PRS പിള്ളയാണ് ഡയറക്ടർ. അത് പോട്ടെ. ഇത് കഴിഞ്ഞ് 1983 നസീർ സാറിനെ മഹാബലിയാക്കിക്കൊണ്ട് ഒരു നല്ല സിനിമ ശശികുമാർ എടുത്തു. 84 നസീർ സാറിനെ വെച്ചതിനെ കൃഷ്ണ ഗുരുവായൂരപ്പ എടുത്തു. പുതിയ കടമുറ്റത്ത് അച്ഛനും വന്നു. 1986 അമ്മേ ഭഗവതി എന്ന് പറഞ്ഞ ഈ സുബ്രഹ്മണ്യം കുമാറിനെ നിർമ്മിച്ചൊരു സിനിമ വന്നു. പിന്നെ അത് കഴിഞ്ഞ് 91 ശബരിമല ശ്രീ അയ്യപ്പൻ എന്ന് പറഞ്ഞ സിനിമ വന്നു. പിന്നെ 93 ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന് പറഞ്ഞ സിനിമ വന്നു. പക്ഷേ ഇതിനൊന്നും സ്വാമി അയ്യപ്പനെ കടത്തി വയ്ക്കാൻ വെട്ടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതൊരു മനോഹരമായ സിനിമയായിരുന്നു. ഇന്ന് ഉണ്ണി മുകുന്ദൻ എവിടെയെങ്കിലുമൊക്കെ വരുമ്പോൾ പെണ്ണുങ്ങൾ ഓടിച്ചെന്ന് അയ്യപ്പാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നത് പോലൊരു ഫീലിംഗ് ആയിരുന്നു അന്ന് മാസ്റ്റർ ശേഖർ എന്ന് പറഞ്ഞ സ്വാമി അയ്യപ്പനിൽ അഭിനയിച്ച, അയ്യപ്പനായിട്ട് അഭിനയിച്ച അയാൾക്ക് ഭയങ്കര ജനപ്രീതിയായിരുന്നു. പിന്നെ ശേഖർ അങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല. ഇത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ലയനവും രതിലയും കിന്നാരത്തുമ്പിയൊക്കെ വന്നപ്പോൾ ആ ഒരു ലെവലിലേക്ക് പോവുകയും ഭക്തി സിനിമകൾ മലയാളത്തിൽ നിന്ന് അന്യമായി എന്ന് പറയാം. ഇതോടെ തീർന്നു, ഭക്തി സിനിമകൾ തീർന്നു. മേപ്പടിയ സിനിമയുടെ സംവിധായകൻ വിഷ്ണു മോഹനും തൻ്റെ മാനേജർ വിപിനുമാണ് മാളികപ്പുറത്തിലേക്ക് തന്നെ അടുപ്പിച്ചത് എന്ന് ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ പറയുന്നു. ഒരു തെലുങ്ക് സിനിമ കാരണം മാളികപ്പുറം ഉപേക്ഷിച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചതാണ്. അത് വലിയ നഷ്ടമായിപ്പോയല്ലേ. മാളികപ്പുറം സിനിമ ഇത്രയും വിജയമാക്കി തന്ന അയ്യപ്പ സ്വാമിയോടും സിനിമയെ ഇരു കയ്യും നീട്ടി സ്വീകരിച്ച പ്രേക്ഷകരോടും ഞാൻ നന്ദി പറയുന്നു എന്ന് ഉണ്ണിമുകുന്ദൻ പറയുന്നു. അയ്യപ്പൻ ഒരു റോളും ഇതിലില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ അങ്ങനെ വിശ്വസിക്കുള്ളൂ. നല്ല ഒരു എന്താ പറയുക കന്നി സംവിധായകനാണെങ്കിലും ശശിശങ്കർ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ മകനാണ് ഇതിൻ്റെ ഈ സംവിധായകൻ. മനോഹരമായി അയാൾ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ സിനിമയുടെ വിജയം. പിന്നെയുള്ള വിജയം എന്ന് പറയുന്നത് ഉണ്ണിമുകുന്ദൻ വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഗുരുവായൂർ കേശവൻ അല്ലെങ്കിൽ സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരാൾ, ഇപ്പം മധുസാർ 20 ആർട്ടിസ്റ്റ് നിന്നാലും മധുസാർ നടന്നു വന്നാൽ നമ്മൾ മധുസാറിനെ നോക്കൂ എന്ന് പറയും പോലെ ഉണ്ണിമുകുന്ദൻ വന്ന ശേഷം പിന്നെ സ്ക്രീൻ മുഴുവൻ ഉണ്ണിയാണ്. അത് ഉണ്ണിമുകുന്ദൻ പോലീസുകാരനാണോ, ഉണ്ണിമുകുന്ദൻ അയ്യപ്പനാണോ, ഉണ്ണിമുകുന്ദൻ ഒരു ചട്ടമ്പിയാണോ ഒന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. പക്ഷേ അയാളുടെ ചില ക്ലോസപ്പുകൾ, അതിൻ്റെ ക്യാമറമാനെ ഞാൻ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുന്നു. കാരണം ഉണ്ണിമുകുന്ദനെ ഇത്രയും സൗന്ദര്യത്തോടെ നമ്മൾ ഒരു സിനിമയിലും കണ്ടിട്ടില്ല. അയാളുടെ നോട്ടത്തിന്, അയാളുടെ ചിരിക്കൊക്കെ ഒരു വലിയ വശ്യതയുണ്ട്. പ്രേക്ഷകരെ ഭയങ്കരമായിട്ട് ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ മാളികപ്പുറത്തിൽ ഉണ്ണിമുകുന്ദനെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. നല്ല രസമായിട്ട് ഉണ്ണി ചെയ്തിട്ടുണ്ട്. ഉണ്ണി തടിമിടുക്കുള്ള ആളൊക്കെ ആണെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് ഇയാൾ അയ്യപ്പൻ്റെ പ്രതിപുരുഷനാണോ അതോ അയ്യപ്പൻ തന്നെ ഇറങ്ങി വന്നതാണോ സംശയം തോന്നാവുന്ന രീതിയിൽ നന്നായിട്ട് ഉണ്ണി ചെയ്തു. വീടില്ലാത്ത പാവങ്ങൾ ഒരു രസകരമായ ഒരു പോസ്റ്റാണ് ഞാൻ ഇനി പറയുന്നത്. ആ പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ശരിയല്ലേ? ഈ എഴുതിയ ആൾ എന്ത് ചിന്തിച്ചെഴുതിയിരിക്കുന്നു നിങ്ങൾ ആലോചിക്കണം. അയാൾ എഴുതിയത് എനിക്ക് വന്ന എനിക്കിങ്ങനെ പോസ്റ്റുകൾ രാവിലെ വാട്സാപ്പ് ഓൺ ചെയ്താൽ ഒരു 10-12 മിനിറ്റ് സത്യം പറഞ്ഞാൽ ഈ മെസ്സേജുകൾ തലേദിവസം വന്ന് കിടക്കുന്ന മെസ്സേജുകൾ വരുന്നതിൻ്റെ ബഹളമാണ്. അത് കഴിഞ്ഞേ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ തരത്തിലുള്ള മെസ്സേജും എനിക്ക് കിട്ടും. അപ്പോൾ അതിലൊരു മെസ്സേജിൽ പറഞ്ഞിരിക്കുകയാണ്, വീടില്ലാത്ത പാവങ്ങൾ കടത്തണ്ണകളിൽ ഉറങ്ങുമ്പോൾ നിങ്ങൾ എനിക്കായി കൊട്ടാരങ്ങൾ പണിയുന്നു. ആർക്ക്? ദൈവത്തിന്. വീടില്ലാത്ത ആളുകൾ ഒന്ന് കയറി കിടക്കാൻ ഒരു വീടില്ലാത്ത നാട്ടിൽ നിങ്ങൾ ദൈവമെന്ന് പറയുന്ന എനിക്ക് വേണ്ടി കോടികൾ മുടക്കി കൊട്ടാരങ്ങൾ പണിയുന്നു. അയൽക്കാരൻ്റെ മക്കൾ പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ എനിക്ക് പാലഭിഷേകം നടത്തുന്നു. കുരിശിൻ്റെ പുറത്ത് നിങ്ങൾ എണ്ണ ഒഴിക്കുന്നു. ബുദ്ധിയില്ലാതെ ഓരോന്ന് കാട്ടുകൂട്ടി അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ മായാവിയെയും ഡിങ്കനെയും പോലെ വന്ന് രക്ഷിക്കുന്ന ഒരു സെറ്റപ്പാണ് എന്നാണ്. ദൈവം പറയുകയാണ് കേട്ടാ. നിങ്ങൾ ഓരോ അപകടങ്ങൾ വരുത്തി വെച്ചിട്ട് ഞാൻ ഡിങ്കനെ പോലെയും മായാവിയെ പോലെയും പറന്ന് വന്ന് ഞാൻ രക്ഷപ്പെടുത്തിക്കൊള്ളുമെന്നുള്ള ഒരു സെറ്റപ്പാണ് ഞാനെന്നാണ് എന്നെ നിങ്ങൾ കരുതിയിരിക്കുന്നത്. ഞാൻ അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല എന്നാണ് ദൈവം പറയുന്നത്. ഞാൻ അങ്ങനെയുള്ള ആളല്ല എന്ന്
നിങ്ങൾ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ സ്നേഹമാണ്. ദൈവമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഞാൻ വെറും ഒരു സ്നേഹമാണ്. വെറും സ്നേഹം. ഒരു മതക്കാരെയും ഒഴിവാക്കാത്ത സ്നേഹമാണ് നിങ്ങൾ വിളിക്കുന്ന ദൈവം എന്ന് പറയുന്ന ഞാൻ. നിങ്ങൾ ചെയ്യുന്ന നന്മയും തിന്മയും ഉറക്കം വിളിച്ച് നോക്കിയിരുന്ന് നിങ്ങൾക്കൊക്കെ സ്റ്റാർ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യലല്ല എൻ്റെ ജോലി. അത് ചോദിക്കേ, നിങ്ങൾ ചെയ്യുന്ന നന്മയും തിന്മയും ഒക്കെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ആ നന്മ ചെയ്യുന്നവർക്ക് സ്റ്റാർ ഫെസിലിറ്റീസ് കൊടുക്കുന്നതിൻ്റെ ജോലിയല്ല എനിക്കുള്ളത് എന്നാണ് ദൈവം പറയുന്നത്. നിങ്ങൾക്കൊരിക്കലും ചിന്തിക്കാനാവാത്ത അണ്ടകടാഹം ഉണ്ടാക്കിയിട്ട്, ഈ ലോകം തന്നെ ഉണ്ടാക്കിയിട്ട്, അതിൽ കടുകുമണിയുടെ വലിപ്പം പോലും ഇല്ലാത്ത ഉണക്ക ഭൂമിയിലെ ആയിരക്കണക്കിന് മൃഗവർഗങ്ങളിൽ ഒന്നു മാത്രമായ എടാ മനുഷ്യ, നിനക്ക് വേണ്ടി നീ തിന്നുന്നതും കുടിക്കുന്നതും കുളിക്കുന്നതും ഉറങ്ങുന്നതും ഓടുന്നതും ചാടുന്നതും ഒക്കെ നോക്കി റിയാലിറ്റി ഷോയിൽ മാർക്കിടാനിരിക്കുന്നത് പോലെ ഒരാളല്ല ഞാൻ. മനസ്സിലായോ? ദൈവം പറയുക, നീ കാണിക്കുന്ന കോപ്പറാട്ടുകളെല്ലാം കണ്ടിട്ട് റിയാലിറ്റി ഷോയിൽ മാർക്കിടാനിരിക്കുന്ന ഒരു ജഡ്ജി അല്ല ഞാൻ. അത് നീയൊക്കെ കൂടി മാർക്കിടാനിരിക്കുന്ന ഞാൻ അതിനാണ് ഇരിക്കുന്നതെന്ന് എൻ്റെ തലയിൽ വച്ച് തരുന്നതാണ് നീയൊക്കെ. അങ്ങനെയുള്ള വണ്ടിയൊന്നും ഓടില്ല എൻ്റെ പൊന്ന് സുഹൃത്തെ മനുഷ്യ എന്നാണ് ദൈവം പറയുന്നത്. നിങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം ഭൂമിയിൽ തന്നെ കിട്ടും. ചെയ്തതിൻ്റെ കണക്കും പറഞ്ഞ് കൂലിയും ചോദിച്ച് ഇങ്ങോട്ട് വന്നേക്കരുത്, മടൽ വെട്ടി അടിക്കും ഞാൻ എന്നാണ് ദൈവം പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ ഈ കാണിക്കുന്ന പോക്കർത്തിനൊക്കെ കാണിച്ചിട്ട് നമ്മൾ മാളികപ്പുറം ഓടാനുള്ള എല്ലാം മന്ത്രവാദം ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നും പറഞ്ഞ് ഇവിടെ വന്നാൽ നിന്നെ മടൽ വെട്ടി അടിക്കുമെന്നാണ് ദൈവം പറയുന്നത്. എല്ലാ അമിത വിശ്വാസികൾക്കുമായി ദൈവം എഴുതിയ കത്താണ് ഈ വായിച്ചത്. ഒരു കാര്യം പറഞ്ഞേക്കാം, മരിച്ചിങ്ങ് പോരുമ്പോൾ ഞാൻ സ്വർഗത്തിൽ കള്ള് തരും, കഞ്ചാവ് തരും, പെണ്ണ് കെട്ടിച്ചു തരും എന്നൊക്കെ കരുതി ആരും കഷ്ടപ്പെട്ട് നന്മ ചെയ്യണമെന്നില്ല. സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ടേ ഇതുപോലുള്ള പരിപാടികൾ അവിടെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം കിട്ടും. അതുകൊണ്ട് ഭൂമിയിൽ കുറേ കാര്യങ്ങൾ ചെയ്തേക്കാമെന്ന് പറഞ്ഞാൽ നീ ഒന്നും ചെയ്യണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. ദൈവം പറയുന്നത്, നിങ്ങളൊക്കെ ചെയ്യുന്ന നന്മയും തിന്മയും ഉറക്കം വിളിച്ച് നോക്കിയിരുന്ന് ഇവിടെ നിങ്ങൾക്കൊക്കെ സ്റ്റാർ ഫെസിലിറ്റി ഉണ്ടാക്കലല്ല എൻ്റെ പണി. എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുമ്പ് സത്യാവസ്ഥ പരിശോധിക്കണം നിങ്ങൾ. ഞാൻ കഴിവുകെട്ടവനാണ്, ദൈവം ഞങ്ങളെ സഹായിച്ചില്ല എന്നൊക്കെ തെറി പറയുന്നതിന് മുമ്പ് അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ദൈവം പറയുന്നത്. കുറേ നാൾ മുമ്പ് അമ്പലമുറ്റത്തും പള്ളിമുറ്റത്തും ഭയങ്കര വെടിക്കെട്ട് അപകടം നടന്നത് എൻ്റെ കഴിവുകേട് കൊണ്ടാണെന്നും ഞാൻ ഭക്തരെ രക്ഷിച്ചില്ല എന്നും ചിലർ ആക്ഷേപം ഉന്നയിച്ചു. അമ്പലത്തിലെ കണക്കുന്ന വെടിക്കെട്ടിൽ നിന്നാളും കുറേ പേര് മരിച്ചില്ലേ ഇവിടെ കൊല്ലത്തിനടുത്തവിടെയൊക്കെ. അദ്ദേഹം പറയുന്നത്, വെടിക്കെട്ട് നടത്താൻ ഞാൻ നിങ്ങളോട് പറഞ്ഞോ? ദൈവം ചോദിക്കുക. മത്സരക്കമ്പം നടത്തണമെന്ന് നിൻ്റെ കമ്മിറ്റി മെമ്പർമാരിൽ ആരോടാണ് ഞാൻ പറഞ്ഞത് എന്നാണ് ദൈവം ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ദൈവം പറയുന്നത്. എന്നെ സുഖിപ്പിക്കാൻ ഒരു കോപ്പും നടത്താൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് ഓരോന്ന് എൻ്റെ പേരും പറഞ്ഞ് ചെയ്യുന്നതല്ലേ. നേരെ ചൊവ്വയെ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ദുരന്തം ഉണ്ടാകുമ്പോൾ കുറ്റം മുഴുവൻ എൻ്റെ തലയിൽ വെച്ചിട്ട് രക്ഷപ്പെടാം എന്ന് വിചാരിക്കേണ്ട, ഞാൻ പറഞ്ഞിട്ടില്ല. തീർത്ത് പറയുകയാണ് ദൈവം. നിങ്ങളെക്കാൾ നല്ലവന്മാർ അവിശ്വാസികളാണ്. ദൈവത്തിന് വിശ്വാസമില്ലാത്തവന്മാരാണ് നല്ലത്. കാരണം അവർ എന്നെ പ്രീതിപ്പെടുത്താൻ ഒന്നും ചെയ്യാത്തതിനാൽ വേണ്ടാധീനങ്ങൾ ചെയ്തിട്ട് ഞാനാണ് ഉത്തരവാദിയെന്ന് അവിശ്വാസികൾ പറയാറേയില്ല. കാരണം ദൈവത്തിന് വിശ്വാസമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ തലയിൽ ഒരു പരാതിയും അവിശ്വാസികൾ വച്ചു കൊടുക്കാറില്ല. അടുത്ത മുഴുത്ത പണി ഉടനെ വരുന്നുണ്ട്, സൂക്ഷിച്ചിരുന്നോ. അടുത്ത് വരാൻ പോകുന്നത് ആനയായിരിക്കും നിനക്കൊക്കെ നല്ല പണി തരാൻ പോകുന്നത്. കടുത്ത വേനൽക്കാലത്ത് കാട്ടരുവിളിൽ കിടന്ന് ശരീരം തണുപ്പിക്കേണ്ട ആ പാവപ്പെട്ട ജീവിയെ പിടിച്ച് അതികഠിനമായ വെയിലത്ത് നിർത്തി വെടിക്കെട്ടും പെരുമ്പറയും ചെണ്ടയും കൂട്ടി വട്ടാക്കിയാൽ അവരെല്ലാം കൂടി ഓടി നിൻ്റെയൊക്കെ നെഞ്ചി കയറും. അങ്ങനെ നെഞ്ചി കയറുമ്പോൾ ഞാനാണോടോ ഉത്തരവാദി? ദൈവം ചോദിക്കുകയാണ്. നല്ല ചൂടത്ത് കാട്ടിനകത്തുള്ള നീരുറവുകളിൽ കിടന്ന് തണുപ്പിക്കേണ്ട ശരീരമുള്ള പാവങ്ങളെ, ഒന്നാമത് അവർ ഷൂ ഇടുന്നവരല്ലോ, ടാർ റോഡിലുള്ള തിളച്ച് കിടക്കുന്ന ടാറിലൂടെയാണല്ലോ നമ്മൾ ദൈവത്തിനെ എഴുന്നള്ളിച്ചോണ്ട് നടക്കണേ. അപ്പോൾ ദൈവം പറയാണ്, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പൊരു വെയിലത്ത് ആനയുടെ മണ്ടയിൽ കയറിയിരുന്ന് കുടമാറ്റം കളിക്കാൻ. അപ്പോൾ തൃശ്ശൂർ പൂരവും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പൊരു വെയിലത്ത് ഈ പാവപ്പെട്ട ഈ ആനയുടെ മുകളിൽ കയറിയിരുന്ന് കുടമാറ്റം നടത്താൻ. ഇതിനൊക്കെ പോകുമ്പോൾ
വീട്ടിൽ പറഞ്ഞിട്ട് വേണം പോകാനെന്നാണ് ദൈവം അവസാനമായി പറയുന്നത്. അതായത് ഞാൻ തിരിച്ചു വരില്ല, എന്നെ ആന തട്ടും എന്ന് പറഞ്ഞിട്ട് പോകണമെന്നാണ് ദൈവം പറയുന്നത്. സത്യത്തിൽ ഞാൻ തലയറിഞ്ഞ് ചിരിച്ച ഒരു കത്തായിരുന്നു. അയ്യപ്പൻ്റെ രൂപം ഉണ്ണി മുകുന്ദൻ്റെ രൂപമായി മാറി എന്നാണ് ഒരു സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ ഒരു നടി പറയുന്നത്. ഇതിനപ്പുറം എന്ത് വിവരദോഷം പറയേണ്ടെന്ന് ആലോചിക്കേ. എനിക്കോ ഈ പറഞ്ഞ നടിക്കോ നിങ്ങൾക്കോ അയ്യപ്പൻ്റെ രൂപം അറിയാമോ? പരമശിവൻ്റെ രൂപം അറിയാമോ? ഇല്ല. നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ഏതോ ശിവകാശി കലണ്ടർ വരയ്ക്കുന്ന ഏതോ ഒരു ആർട്ടിസ്റ്റ് വരച്ച ഒരു രൂപത്തിൽ നമ്മൾ അയ്യപ്പനെ കാണുന്നില്ലേ പുലിപ്പുറത്തിരിക്കുന്നത്? ഏതായാലും ബാബരുടെ അടുത്ത് നിൽക്കുന്നതായാലും ശരി, അല്ലെങ്കിൽ ശബരിമലയിൽ കുത്തിയിരിക്കുന്ന വിഗ്രഹമായാലും ശരി, എല്ലാം ഓരോ ശില്പികളുടെ ഭാവനയിൽ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഈ സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് പോയ നടി പറയുന്നത് അയ്യപ്പൻ്റെ രൂപം ഉണ്ണി മുകുന്ദൻ്റെ രൂപമായി മാറി. ഉണ്ണിയെ സൂചിപ്പിക്കാൻ പറയുന്നത് എൻ്റെ പൊന്നുണ്ണി മുകുന്ദ, നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കരുത് കേട്ടോ. നിങ്ങളെ കുഴി ചാടിക്കാൻ വേണ്ടി ഇങ്ങനെ പലതും പറഞ്ഞു തരും. 3,75,00,000 രൂപയാണ് അതിന് ചിലവായെന്ന് പറയുന്നു. ഇതുവരെ 20 കോടി രൂപ ഈ നിർമ്മാതാക്കളുടെ കയ്യിൽ കിട്ടി എന്ന് പറയുന്നു. എന്തായാലും മാധ്യമങ്ങളിൽ പ്രശംസിച്ച് കുറിപ്പെഴുതിയ യുവകലാസാഹിതി പൊന്നാനി മണ്ഡലം സെക്രട്ടറിയും CPI നേതാവുമായ പ്രഗിലേഷിനെ അദ്ദേഹത്തിൻ്റെ ശോഭ ലൈറ്റ്സ് ആൻഡ് സൗണ്ട് എന്ന് പറഞ്ഞ കട മലപ്പുറത്താണ്. അവൻ്റെ കട അടിച്ചു പൊളിച്ച് കത്തിച്ചളഞ്ഞു എന്നാണ് ഒരു ഫേസ്ബുക്കിൽ കിടക്കുന്ന വാർത്ത. എനിക്ക് പ്രഗലേഷിനെ അറിയാത്തതുകൊണ്ടും മലപ്പുറത്ത് വലിയ സുഹൃത്തുക്കളില്ലാത്തതുകൊണ്ടും ഞാനത് അന്വേഷിച്ചില്ല. അവൻ എന്തായാലും പ്രകീർത്തിച്ച് മാളികപ്പുറത്തെക്കുറിച്ച് ഈ CPI-കാരൻ എഴുതിയതുകൊണ്ട് അതിൻ്റെ വൈരാഗ്യം തീർത്ത് അവൻ്റെ കട കത്തിച്ചു എന്ന് പറയുന്നത് എനിക്കറിയില്ല. എന്തായാലും മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി മമ്മൂട്ടിയെ നന്നായിട്ട് ഉപയോഗിച്ചു എന്ന് ഞാൻ പറയും. കാരണം ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന സിനിമയാകുമ്പോൾ, വേണു കുന്നപ്പള്ളി നിർമ്മിക്കുന്ന സിനിമയാകുമ്പോൾ തീർച്ചയായിട്ടും മമ്മൂട്ടി ആ പടത്തിനെ പ്രൊമോട്ട് ചെയ്യണം. അദ്ദേഹം അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദനെയും അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി, ഇവർ 3 പേരും കൂടി ചെയ്യുന്ന സിനിമയാകുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ആവശ്യത്തിലധികം പ്രൊമോഷൻ അല്ലെങ്കിൽ അതിനുള്ള പബ്ലിസിറ്റി മമ്മൂട്ടി കൊടുത്തു. അദ്ദേഹത്തിന് ഒരു നല്ല നമസ്കാരം പറയാം. അതുപോലെ അദ്ദേഹം അതിൻ്റെ ഏതൊരു ഫംഗ്ഷനിൽ ദേവനന്ദ എന്ന് പറഞ്ഞ കുട്ടിയാണ് അതിലെ ഈ മാളികപ്പുറമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്, കല്ലു. അതിലെ പീയൂഷ് എന്നൊരു ഇടുമിടുക്കനായ ഒരു പയ്യൻ. ഇവർ രണ്ടുപേരും ഒന്ന് സ്റ്റേജിലേക്ക് വരണം, ഇവരുടെ രണ്ടുപേരുടെയും കൂടെ നിന്ന് എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ മമ്മൂട്ടി മൈക്കിലൂടെ പറയുന്ന കേട്ടപ്പോൾ അദ്ദേഹം ആ പടത്തിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരിക്കും, എങ്കിൽ പോലും അദ്ദേഹം എന്താ പറയുക, ആ കുട്ടിത്തത്തിലേക്ക് ഇറങ്ങി വന്നു എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ നമ്മുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ, വത്സൻ തില്ലങ്കരി, പിന്നെ VM സുധീരൻ, സന്ദീപ് വാര്യർ, രചന നാരായണൻകുട്ടി തുടങ്ങി ഒരുപാട് പേര് മാമാങ്കത്തിനല്ല, ഈ മാമാങ്കം എന്നാണ് പറഞ്ഞത്, ഈ മാളികപ്പുറത്തിന് വേണ്ടി എന്താ പറയുക, ആ പടത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവരുടെ ഒന്നും പ്രകീർത്തനമില്ലെങ്കിലും ആ സിനിമ മനോഹരമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇവരൊക്കെ രാഷ്ട്രീയം നോക്കിയൊക്കെ ചെയ്താണ്, പക്ഷപാതം പിടിച്ച് വർത്താനം പറയുന്നവരാണെന്ന് ഞാൻ പറയും. എന്തായാലും സന്ദീപ് വാര്യരുടെ കുറിപ്പിന് മറുപടിയായി ABVP നേതാവും സെൻസർ ബോർഡിലെ പുതിയ അംഗവുമായ സജി കമല എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് സജി കമല സന്ദീപ് വാര്യരെ എടുത്തു കൊടുത്തു അയാളുടെ ഈ മാളികപ്പുറത്തിനെ കുറിച്ച് എഴുതിയ റിവ്യൂവിനെതിരെ. അങ്ങനെ ഈ ഒരു സംഭവം നടന്നു. മാളികപ്പുറം എനിക്കൊരു സിനിമ മാത്രമല്ല, ഒരു നിയോഗം കൂടിയാണെന്നും മണ്ഡലകാലത്ത് തന്നെ ചിത്രം എത്തിക്കാനായത് അനുഗ്രഹമാണെന്നും ഉണ്ണി മുകുന്ദൻ പറയുന്നു. എന്തായാലും അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പത്തനംതിട്ടക്കാരൻ സാരംഗ് എന്ന് പറഞ്ഞ ഗാനമേള ട്രൂപ്പിൽ പാടുന്ന പ്രകാശ് പുത്തൂർ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് യേശുദാസ് മനോഹരമായി പാടിവെച്ച ഹരിവരാസനം പാടിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ വാട്സാപ്പ് സുഹൃത്തുക്കൾക്ക് മുഴുവൻ അയച്ചു കൊടുത്തു. ഒരു രാത്രി മുഴുവൻ എനിക്ക് അതായിരുന്നു ജോലി. ഈ പാട്ട് എനിക്ക് അയച്ചു തന്ന് കിട്ടിയ ഉടൻ തന്നെ ഞാൻ എൻ്റെ 5000 വാട്സാപ്പ് സുഹൃത്തുക്കളുണ്ട്. അതിലൊരു 10,000-3000 പേർക്കെങ്കിലും ഞാനത് അയച്ചു കൊടുത്തു. എന്തായാലും ആൻ മീഡിയ എന്ന് പറയുന്ന ആൻഡോ ജോസഫിൻ്റെ നിർമ്മാണ കമ്പനിയാണ്. അയാളുടെ ഭാര്യയുടെ പേരിലാണ്, നീറ്റ പിൻറ്റോ എന്നാണല്ലോ അയാളുടെ ഭാര്യയുടെ പേര്. അവരും കാവ്യ ഫിലിം കമ്പനിയുടെ ബാനറിൽ പ്രിയ വേണു, ഞാൻ നേരത്തെ പറഞ്ഞ മാമാങ്കം നിർമ്മിച്ച വേണുവിൻ്റെ ഭാര്യയും കൂടെ ചേർന്നാണ് ഈ പടം നിർമ്മിച്ചിരിക്കുന്നത്. ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ പറയേണ്ട 2-3 കാര്യങ്ങളുള്ള ഒന്ന്, ഷമീർ മുഹമ്മദ്, ഈ പറയുന്ന വിശ്വഹിന്ദു പരിഷത്തുകാരും വിജയ് തമ്പിയും വിശ്വഹിന്ദു പരിഷത്തുകാരും ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുകയൊക്കെ ചെയ്യുന്നവരും ഈ ജിഹാദികളെന്ന് പറഞ്ഞ് ഈ പടം കാണരുതേ എന്ന് പറഞ്ഞ് ഗോഗോ വിളിച്ചവരും ഒക്കെ കേൾക്കേണ്ടതാണ്. മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഷമീർ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ്. എനിക്ക് പരിചയമില്ല, പക്ഷെ മനോഹരമായ അയാളുടെ എഡിറ്റിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ പടത്തിൻ്റെ ചടുലത, ഈ ഞാൻ നേരത്തെ പറഞ്ഞ വീട്ടിൽ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ശബരിമല പോകണം എന്ന് പറഞ്ഞ് ഡ്രൈ ആവാവുന്ന സീരിയൽ ലെവലിലുള്ള സീനുകളിൽ പോലും ഇയാളുടെ എന്താ പറയുക, ഷമീർ മുഹമ്മദിൻ്റെ എഡിറ്റിങ്
ആ ലാഗില്ലാതെ ആ പടത്തെ കൊണ്ടുപോയി. ഈ പടത്തിൻ്റെ പ്രേക്ഷകനെ കൂടുതൽ അടുപ്പിച്ചതിൽ ഷമീർ മുഹമ്മദിന് നല്ല പങ്കുണ്ട്. അതുപോലെ തന്നെ വിഷ്ണു നാരായണൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും മനോഹരമായി ചെയ്തു. അതുപോലെ ഇങ്ങനെ ഒരു തിരക്കഥ ഉണ്ടാക്കാമെന്ന് ചിന്തിച്ച അഭിലാഷ് പിള്ള, അയാളെയും തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. പിന്നെ എന്താണ്, രമേഷ് പിഷാരടി ഇതുവരെ ചെയ്തതുപോലെ അല്ല, അല്പം സീരിയസ് ആയ ഒരു നല്ല വേഷം അയാൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ അയാൾ മദ്യപിച്ചിട്ടൊക്കെ വരുന്ന സീൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു അലുമ്പ് റോളായിരിക്കും. നല്ല അയാൾ നന്നായിട്ട് ചെയ്തു. സൈജു കുറുപ്പും നന്നായിട്ട് ചെയ്തു. സമ്പത്ത് റാം എന്ന് പറഞ്ഞ ഒരാളാണ് വില്ലനായിട്ട് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആദ്യ ഷോയിൽ ആദ്യത്തെ ഷോട്ടിൽ ഒരു പെൺകുട്ടി ഒരു തന്തയെ അടിച്ച് തള്ളിയിട്ടിരിക്കുന്നു. ഭാര്യ കിടന്ന് അലറി വിളിക്കുന്നു. ഒരു പിഞ്ചു കുട്ടി ബാക്കിൽ നിൽപ്പുണ്ട്. ഇയാൾ അവിടെ നിന്നുകൊണ്ട് ഇളയരാജയുടെ പാട്ട് പാടാനൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടിയും പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ കണ്ടപ്പോൾ തന്നെ എനിക്കും കഷ്ടം തോന്നി. അത് കഴിഞ്ഞ് ഈ കുട്ടികൾ, 2 കൊച്ചു കുട്ടികൾ ശബരിമല പോകാൻ കയറിയ ബസ്സിൽ ഇയാൾ കയറുന്നൂടെ കണ്ടപ്പോൾ നമ്മൾ സിനിമാക്കാരനാണെങ്കിലും സിനിമ എടുക്കുന്നവനാണെങ്കിലും സിനിമയിലെ ഉള്ളുകളികൾ അറിയാമെങ്കിലും നമ്മുടെ ശ്രീനിവാസൻ പറഞ്ഞതുപോലെ ഏറ്റവും ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പാവപ്പെട്ടവർ വില്ലന്മാരാണ്. കാരണം AK-47 പിടിച്ച് 6 തട്ടഹസിച്ച് കാണുന്ന പെണ്ണുങ്ങളെല്ലാം ബലാത്സംഗം ചെയ്ത് നടക്കുന്ന ഈ മണ്ടൻ പടം തീരുന്നതിന് 2 മിനിറ്റിന് മുമ്പ് നായകൻ്റെ കൈകൊണ്ട് ചത്തുപോകുമെന്ന് ഈ പറയുന്ന വില്ലനും മാത്രമേ അറിഞ്ഞൂടാതുള്ളൂ. ബാക്കി ഈ തിയേറ്ററിലിരിക്കുന്ന മുഴുവൻ പ്രേക്ഷകനും അറിയാം അവനെ 2 മിനിറ്റിന് മുമ്പ് മമ്മൂട്ടി കൊല്ലും അല്ലെങ്കിൽ മോഹൻലാൽ കൊല്ലുമെന്നില്ലേ. അതാണല്ലോ ഇന്ത്യൻ സിനിമ. അതുകൊണ്ട് തന്നെ ശ്രീനിവാസൻ പറയുന്നത് ഏറ്റവും മലയാള സിനിമയിലെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മണ്ടന്മാരും പാവങ്ങളും എന്ന് പറഞ്ഞാൽ വില്ലന്മാരെന്നാണ് ശ്രീനിവാസൻ പറയാറ്. എന്നാൽ പോലും ഈ കുട്ടികളെ നോക്കി ഇയാളിരിക്കുന്ന ബസ്സിലിരിക്കുന്ന ക്ലോസൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സും നൊന്തു. അത്രയും നന്നായിട്ട് സമ്പത്ത് റാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ വേഷം. അതുപോലെ തന്നെ കല്ലു എന്ന് പറഞ്ഞ വേഷം ചെയ്യുന്ന ദേവനന്ദയും മറ്റേ അവളുടെ കൂട്ടുകാരൻ ആയിട്ട് അഭിനയിച്ചിരുന്ന പീയൂഷും നന്നായിട്ട് അഭിനയിച്ചു. വിഷ്ണു ശങ്കറാണ്, ശശി ശങ്കറിൻ്റെ മകനാണ് സംവിധായകൻ. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ഇവിടെ ഇത്രയും പറയുമ്പോഴും എനിക്ക് പറയാനുള്ളത്, ഇത് ഭക്തി സിനിമയാണ്. ഇത് ഹിന്ദുക്കൾ ഓരോരുത്തരും കാണണം. ഹിന്ദുക്കളല്ല ആരും കാണരുത് എന്ന് ജിഹാദികളും ഒക്കെ വെല്ലുവിളിക്കുമ്പോൾ ഈ സിനിമ തുടങ്ങുമ്പോൾ നമുക്ക് ഇതൊരു പക്ഷം പിടിക്കൽ സിനിമയാണെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പം ഞാൻ പറയുന്ന ആൻഡോ ജോസഫ് എന്ന് പറഞ്ഞ ക്രിസ്ത്യാനിയും ഒരു ഹിന്ദുവും കൂടിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തതെങ്കിലും ആദ്യത്തെ താങ്ക്സ് കാർഡ് കാണിക്കുന്നത് നരേന്ദ്രമോദിക്കാണ്. ഞാൻ ചോദിക്കുന്നത്, മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമയായിട്ട് നരേന്ദ്രമോദിക്ക് എന്താ ബന്ധം? RSSൻ്റെ സംഘചാലകം എന്താണല്ലോ ഇയാൾ മോഹൻ ഭാഗവത്തിനാണ് അടുത്ത താങ്ക്സ് കാർഡ് കാണിക്കുന്നത്. മോഹൻ ഭാഗവത്തിനും നരേന്ദ്രമോദിക്കും കാർഡ് കാണിക്കും, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന കേരളത്തിലെ മുരളീധരനും കാർഡ് കാണിക്കും. നമുക്കറിയാം അതൊരു പക്ഷം പിടിക്കലാണ്. എന്നാൽ ദോഷം പറയാൻ പറ്റില്ല. ആൻഡോ ജോസഫിൻ്റെ പാർട്ടിക്കാരനായ VD സതീശനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും വഴിയെ പോയ എല്ലാ MP-മാർക്കും MLA-മാർക്കും മന്ത്രിമാർക്കും സിനിമാക്കാർക്കും നിറയെ താങ്ക്സ് കാർഡ് ഇട്ടിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം താങ്ക്സ് കാർഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത്രയും ഓർത്തത് എങ്ങനെ എഴുതിയെന്നൊക്കെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നതുകൊണ്ട് ഞാനതൊക്കെ ആലോചിച്ചു. പിന്നെ വത്സൻ തില്ലങ്കേരി ഒരു പാവം മനുഷ്യനാണ്. വത്സൻ തില്ലങ്കേരി ചേട്ടൻ ഭയങ്കരനാണെന്നൊക്കെ പറഞ്ഞ് ഉണ്ണി മുകുന്ദൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വരുമ്പോഴാണ് ഉണ്ണി മുകുന്ദ താങ്കളൊരു ബ്രാൻഡ് ചെയ്യപ്പെടുന്നത്. താങ്കൾ മാളികപ്പുറം എന്നുള്ള സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ നരേന്ദ്രമോദി അടക്കം അല്ലെങ്കിൽ മോഹൻ ഭാഗവതത്തിനടക്കം ഈ സിനിമ കണ്ടിട്ടില്ലാത്ത ഇങ്ങനൊരു സിനിമ കേരളത്തിൽ എടുത്തു എന്ന് പോലും അറിഞ്ഞിടാത്ത ആൾക്കാരെ വരെ താങ്ക്സ് കാർഡ് എഴുതി കാണിക്കുകയും ഒപ്പം വത്സൻ തില്ലങ്കരിമാർക്ക് മറ്റേ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇതൊരു RSS ചിത്രമാണ്, ഇതൊരു ഹൈന്ദവ ചിത്രമാണ് എന്നൊക്കെ ബ്രാൻഡ് വരുന്നത്. ഇല്ല എങ്കിൽ ഈ പടത്തിന് ഒരു പ്രശ്നവുമില്ലാന്നേ. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ക്രിസ്ത്യാനിയും ഒരു ഹിന്ദുവും കൂടെ എടുത്ത സിനിമയല്ലേ. വേണമെങ്കിൽ ആൻഡോ ജോസഫിന് പറയാമായിരുന്നല്ലോ VD സതീശൻ്റെ പേരിടണം, പക്ഷേ നരേന്ദ്രമോദിയുടെ പേരിടാക്കില്ല എന്ന് പറഞ്ഞില്ല. കാരണം വിറ്റ് പോകണമെങ്കിൽ എത്ര കോടി കിട്ടുമോ അത്രയും പോരട്ടെ എന്ന് ആൻഡോയ്ക്കും തോന്നിക്കാണും. എന്തായാലും ഒരു ക്രിസ്ത്യാനിയായ, ജാതി പറയുകയാണെന്ന് വിചാരിക്കരുത്, മതം പറയുകയാണെന്ന് വിചാരിക്കരുത്, ഒരു ക്രിസ്ത്യാനിയായ ആൻഡോ ജോസഫും ഹിന്ദുവായ വേണു കുന്നപ്പള്ളിയും കൂടെ എടുത്ത് നിർമ്മിച്ച സിനിമ, അതിൻ്റെ പോസ്റ്റർ റിലീസ് മുതൽ അതിൻ്റെ പ്രൊമോഷന് വേണ്ടി നന്നായിട്ട് പ്രയത്നിച്ച മുസ്ലിമായ മമ്മൂട്ടി, ഇവരെല്ലാം കൂടെ ചേർന്നാണല്ലോ ഈ സിനിമ ഇത്രയും വിജയമാക്കിയത്. ഈ എന്താ പറയുക, ഹിന്ദുക്കളെല്ലാവരും ഈ സിനിമ കാണണമെന്ന് പറഞ്ഞ വിജയ് തമ്പിയും ഒറ്റ മുസ്ലിങ്ങൾ ഈ പടം കണ്ട് വിജയിപ്പിച്ച് കളയരുതേ എന്ന് അലറി വിളിക്കുന്ന ജിഹാദികളും ഒക്കെ ഇതൊന്നും ഓർക്കണം. കാരണം ഒരു ക്രിസ്ത്യാനി നിർമ്മിച്ച് ഒരു മുസ്ലിം പ്രൊമോട്ട് ചെയ്ത് ഒരു ഹിന്ദു നായകനായ സിനിമയാണ്. അത് മതതരത്വമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്തായാലും നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണി മുകുന്ദൻ ചെയ്തിരിക്കുന്ന കഥാപാത്രം ഒരു എന്താ പറയുക, അയ്യപ്പൻ്റെ പ്രതിപുരുഷനാണോ, അതോ അയ്യപ്പനാണോ, അല്ലെങ്കിൽ ഒരു തല്ലുകൊള്ളിയാണോ, ഗുണ്ടയാണോ, അടികൂടാൻ നടക്കുന്നവനാണോ, പോലീസുകാരനാണോ, മൊത്തം നമ്മളെ കൺഫ്യൂഷനാക്കുന്ന ഒരു കഥാപാത്രമാണല്ലോ.
ഓരോ പ്രേക്ഷകർക്കും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിന്തിക്കാം. അങ്ങനെ അതിൽ തന്നെ ഇപ്പോൾ ഈ രാമായണം സീരിയലിലൊക്കെ നിൽക്കുന്ന പോലെ, രാമാനന്ദ സാഗറിൻ്റെ രാമായണത്തിൽ നിൽക്കുന്ന പോലെ അമ്പും വില്ലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഗിമ്മിക്സുകൾ കാണിക്കുന്ന ഉണ്ണിമുകുന്ദൻ നിൽക്കുന്ന നല്ല ലൈറ്റപ്പാണ്. അതിൻ്റെ ബാക്ക് ലൈറ്റൊക്കെ കൊടുത്തിട്ട് മനോഹരമായി ചെയ്തിട്ടുണ്ട്. നമ്മളെ പ്രേക്ഷകനെ ഭയങ്കരമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മനോഹരമായി ചെയ്ത് പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് ഉണ്ണിമുകുന്ദനൊരു നല്ല സ്ഥാനം ഉണ്ടാക്കിയെടുത്ത സമയമാണിപ്പോൾ. ഈ സ്റ്റാർഡം നിലനിർത്താനായി ഉണ്ണിമുകുന്ദൻ എന്താ പറയുക, ഇനി സെലക്ട് ചെയ്യുന്ന സിനിമകൾ ഇപ്പോൾ മേപ്പടിയാനിലൊരു നല്ല വിജയം ഉണ്ടാക്കിയെടുത്തു, വേറെ ആരുടെയും പിന്തുണയില്ലാതെ. ഇപ്പോൾ മാളികപ്പുറം കൂടി ആയപ്പോൾ ഉണ്ണിമുകുന്ദന് മലയാള സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് ഉണ്ണിമുകുന്ദൻ ഉയരുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ചെയ്യുന്ന സിനിമകളിലും ഉണ്ണിമുകുന്ദൻ ക്യാരക്ടറുകൾ ശ്രദ്ധിച്ചാൽ മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സ്പേസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാനും ഉണ്ണിമുകുന്ദനായിട്ട് നല്ല ബന്ധമല്ല, എങ്കിലും നമ്മൾ ഉള്ളതുപോലെ പറയാവും. ഇതുവരെ ചെയ്ത എല്ലാ സിനിമകളും, ഉണ്ണിമുകുന്ദൻ്റെ സിനിമകൾ എടുത്ത് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും അദ്ദേഹത്തിൻ്റെ ഹൈറ്റും ഒക്കെ വെച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും സൗന്ദര്യമുള്ള ഒരു സ്വാത്വിക ഭാവം അല്ലെങ്കിൽ ഒരു ദൈവിക ഭാവത്തിൽ ഉണ്ണിമുകുന്ദൻ്റെ ക്ലോസപ്പുകൾ കണ്ടപ്പോൾ അയാളുടെ നോട്ടത്തിൽ പോലും എന്തോ ഒരു വ്യത്യസ്തത എനിക്ക് തോന്നി. ഭയങ്കര രസമായിട്ട് ഉണ്ണിമുകുന്ദൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോഴും ഞാൻ പറയുന്നു, ഉണ്ണിമുകുന്ദൻ ഈ പറയുന്ന മാളികപ്പുറത്തിൽ മനോഹരമായി പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല വിജയവുമാണ് സിനിമ. ആ വിജയം വരുന്ന ആളുകളിൽ ഉണ്ണിമുകുന്ദനൊരു നല്ല പോസ്റ്റ് മലയാള സിനിമയിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കല്ലുമായിട്ട് അഭിനയിച്ച കുട്ടിയെ കൂടി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ആ കുട്ടിയെ കാണുമ്പോൾ നമുക്ക് സനൂഷയുടെ കുട്ടിക്കാലം ഓർമ്മ വരും. കാഴ്ചയിലൊക്കെ അഭിനയിച്ച സനൂഷ ആണോ ഇതെന്ന് വരെ നമുക്ക് സംശയം തോന്നാവുന്ന രീതിയിൽ മനോഹരമായി കല്ലു അഭിനയിച്ചിട്ടുണ്ട്. രണ്ടു പേർക്കും, അല്ലെങ്കിൽ ആ സിനിമയുടെ എല്ലാ ടെക്നീഷ്യന്മാർക്കും, വിശിഷ്യ ആൻഡ്രോ ജോസഫിന് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.